കാളിദാസൻ. രചന സൂര്യ രാജേഷ്. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. അയ്യോ ഓടിവായോ, ഈ മറുതന്നെ കയറി പിടിച്ചേ എന്ന് ചീരു എന്ന ശ്രീദേവി അലറി വിളിച്ചപ്പോൾ നീലു എന്ന നീലിമയൊന്ന് ഞെട്ടി കണ്ണുവെട്ടിച്ച് നോക്കി. ഇടി മറുതേന്റെ കാലൻ കാലൻ അങ്ങനെ വിളിച്ചുകൂടാം എന്നവൾ ഭീകരഭാവത്തിൽ പറഞ്ഞു. ചീരു ഒന്ന് തലയാഴ്ച അവളെ നോക്കി. അത് വേണോ എന്നൊരു സംശയഭാവം. വേണം വേണം, അങ്ങനെ പറഞ്ഞെങ്കിലും ഒരു പഞ്ച് കാണും. കണ്ണു തുറപ്പിച്ച് ചിരി ഒളിപ്പിക്കാൻ പാടുപെടുന്ന ചീരുവിനോട് നീലു പറഞ്ഞു. അയ്യോ ഓടിവായോ, കാലം വന്നേ. ചീരു നാടകീയമായി കൂവി. അത് കേട്ടോ നീലുവിന്റെ ഭീകരഭാവം മുഴുവൻ ഒരു പൊട്ടിച്ചിരിയായി മാറി. എടീ, നിന്നോട് കാലിനെ വിളിക്കാനല്ലോ പറഞ്ഞ്, ഈ കാലിനെ കയറി പിടിച്ചെന്ന് വേണം വിളിച്ചു പോവേണ്ടത്. അതിനിടയ്ക്ക് നീ ഡയലോഗ് മാറ്റാൻ നോക്കുന്നോ എന്ന് പറഞ്ഞിട്ട് നീലൊന്ന് ചുറ്റിനും സൂക്ഷ്മമായി നോക്കി. പിന്നെ കണ്ണു ചിമ്മി ചീരുവിനോട് ചോദിച്ചു, നിന്നെ കയറി പിടിക്കാന്ന് പറഞ്ഞ കാശ് വാങ്ങി അഭിനയിക്കാൻ വന്ന ആ കോന്തനെവിടെ? അത് കേട്ടതും ചീരൊന്ന് ചുണ്ടു ചുരുക്കി തലകൊണ്ട് മാവിൻ ചോട്ടിലേക്ക് കാണിച്ചു. ദേരിക്കണു, ഒറ്റയടിക്ക് 5 പഴംപൊരി അവന്റെ വായിലേക്ക് അവൻ കുത്തി കയറ്റിയത്. പല്ലുകൾ കടിച്ച് ഒന്നുകൂടെ കൂട്ടിച്ചേർത്തു. പഴംപൊരിയുടെ കാശ് ഞാൻ അവരെ കൂലി കുറക്കുന്നുണ്ട്. തെണ്ടി, അവിഞ്ഞ തീറ്റയല്ലേ തിന്നെന്ന് ഗ്രേണി പിടിച്ച പിള്ളേർ ചക്കക്കൂട്ടം കണ്ട പോലെ. അത് കേട്ടോണ്ട് നീലൊന്ന് ഗൗരവമായിട്ട് തലകുനിച്ച് ചോദിച്ചു, നീ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് തന്നെ അവനോട് പറഞ്ഞിട്ടില്ലേ? അതായത് ദാസൻ കാണാൻ അവന്റെ മുന്നിട്ട് ഇതിന്റെ കൈ കയറി പിടിക്കണമെന്നും അതുകൊണ്ട് ആലിളകി വരുന്ന ദാസൻ അവനെ 3-4 പെട കൊടുക്കെന്നും എല്ലാം ക്ലിയർ സ്ക്രിപ്റ്റ് പോലെ പറഞ്ഞില്ലേ? ചീരോൻ ചിരിച്ചു. നീല് പിന്നെയും വിടാൻ തുടർന്നു. തടികേടാവുന്ന നാട്ടുകേസാണെങ്കിലും ഇതേ ഉള്ളൊരു വഴി, അവന് നിന്നോട് പ്രേമുണ്ടോ ഇല്ലേന്ന് അറിയാൻ. അവളൊന്ന് കൈവീശിക്കൊണ്ട് പറഞ്ഞു. പ്രേമിക്കുന്ന പെണ്ണിന്റെ കയ്യിൽ കയറി വേറെത്തും പിടിച്ചിട്ടും അത് കണ്ടുകൊണ്ട് സൈലന്റ് മോഡ് നിൽക്കുന്നവനല്ലല്ലോ ശരിക്കുള്ള ആൺകുട്ടി. പിന്നെ നെഞ്ചുവിരിച്ച് പ്രഖ്യാപിച്ചു, ഇന്ന് നമുക്കതറിയാം. അതും ആരാ മുതല്? കാളിദാസൻ. നീതികേട് കണ്ട കയറി തള്ളി പറിക്കുന്നവനാ. ചീരി അപ്പോഴൊന്ന് ഭയത്തോടെ പറഞ്ഞു. പിന്നെ ഈ പ്ലാന് പാളിയാ നിന്റെ എന്റെ കാര്യം ഗോവിന്ദ. നീല് ചിരിച്ചുകൊണ്ട് ചുറ്റുമുള്ള കാടിലേക്ക് നോക്കി. അതെങ്ങനെ? ഈ കാട്ടുപ്രദേശം ഋതിക് റോഷൻ അല്ലേ? നിന്നെ പോലെ കുറെ പെണ്ണുകൾ അവന്റെ പുറകെ ഒലിപ്പിച്ച് നടക്കുമല്ലേ? എന്നാൽ ആ തെണ്ടി ഒരു പെണ്ണിന്റെ മുഖത്ത് പോലും നോക്കത്തില്ല. നീലൊരു ആഴമുള്ള ശ്വാസം വിട്ട് പറഞ്ഞു. പിന്നെ ആകെയുള്ളൊരു പ്രതീക്ഷ. അവൾ ചീരുവിനെ ഒന്ന് മുകളിൽ നിന്ന് താഴേക്ക് നോക്കി. നീ മറ്റു പെണ്ണുകളിൽ നിന്ന് തികച്ചും വ്യത്യസ്തയാണല്ലോ എന്നതാ. ചീര ഒന്ന് നെഞ്ചിലടിച്ചു. അതെന്താ, ഞാൻ സ്പെഷ്യലായിട്ടാണോ? അതെ അല്ലേ? നീലു കണ്ണു കൂർപ്പിച്ചു. ഒന്നുമില്ലെങ്കിൽ നിന്നെ മുറച്ചെറുക്കനാണല്ലോ ഈ പറഞ്ഞ കാളിദാസൻ. അത് കേട്ടവൻ ചീരി ചോദിച്ചു, അതെന്താടി അവനെന്നെ പ്രേമിക്കാൻ കൊള്ളില്ലേ? അത് കേട്ട് നീലോളോട് പറഞ്ഞു, അതിന് നിന്നെ പോലെയല്ല അവൻ. മുടിഞ്ഞ ഗ്ലാമറല്ലേ, ഒരു തമ്പുരാന്റെ ലുക്കും ആ ബുള്ളറ്റിൽ വരുന്ന വരവ് കണ്ടാൽ തന്നെ ഏത് പെണ്ണിന്റെ നെഞ്ചാടി ഇടിച്ചു പോവാത്ത. ഇത് കേട്ട് ചീരു പെട്ടെന്ന് നീരുവിനോട് ചോദിച്ചു, അപ്പൊ ഞാനോ? നിന്നെ കണ്ട ഒരു അവിഞ്ഞ കാട്ടുവാസി ലുക്കും. സത്യം പറഞ്ഞ നിനക്ക് ആ ചൊക്കനാ ചേരുന്നത്. അതിനൊരു പഴംപൊരി തീർത്ത ചൊക്കൻ ദൂരത്തെന്ന് ചോദിച്ചു. അതെ, ഇനി അഭിനയം ഉണ്ടോ? അല്ലെങ്കിൽ ഞാൻ ചായയും കുടിച്ചു പോട്ടെ? നീല് തിരിഞ്ഞോക്കി അലറി. ഇരിക്കണോളെ, ഇത് പ്രണയ പരിശോധനയാ, PS ഇന്റർവ്യൂ അല്ല. ചീരു പല്ലുകടിച്ച് പറഞ്ഞു. ഇങ്ങനെയാണ് ഈ കാളിദാസൻ പ്രേമിക്കുമെന്ന് അറിയുന്നതിന് മുമ്പ് ചൊക്കൻ ഡയബറ്റിക് ആവും. ശേഷം നീലു ചീരുവിനോടും സംശയത്തോടെ ചോദിച്ചു, ഈ ഇരിക്കുന്ന മരം കൊണ്ട് നിനക്ക് എവിടുന്ന് കിട്ടിയടി? കണ്ടാൽ തന്നെ അറിയാം ഒരു കള്ളലക്ഷണം. പെണ്ണിനെ കയറി പിടിക്കുന്ന ടൈപ്പാണെന്ന് തോന്നിപ്പോവും. ചീരി അത് കേട്ടതും ചുമലെന്ന് വിളിക്കി വലിയ കാര്യമില്ലാതെ പറഞ്ഞു. ഏയ്, ആയിരിക്കുന്ന മുതലോ അവന്റെ പേര് ചൊക്കെന്നാ. 150 രൂപക്ക് പറഞ്ഞു വെച്ചേക്കുന്ന സാധന. നീലുവിന്റെ കണ്ണു വലുതായി. 150 രൂപയോ? അതെ. ചീരു വിശദീകരിക്കാൻ തുടങ്ങി. നമ്മുടെ ശാരടി മാഷിന്റെ വീട്ടിൽ ചാണകം കോരാൻ വന്നവൻ. അവൻ ചുറ്റും നോക്കുന്ന സ്റ്റൈൽ കണ്ടപ്പോൾ തന്നെ നമുക്ക് പറ്റിയ ടൈപ്പാണെന്ന് തോന്നി. പിന്നെയൊന്ന് അഭിമാനത്തോടെ കൂട്ടിച്ചേർത്തു. അങ്ങനെ ഞാനീ കറക്കിയെടുത്തു. കാര്യം പറഞ്ഞ് 150 രൂപക്ക് ഒപ്പിക്കുകയും ചെയ്തു. അപ്പൊ മുഴുവൻ 150 കൊടുത്തോ? ചീരു പെട്ടെന്ന് മുഖം ചുളിച്ചു. അതെങ്ങനെയാ? 50 രൂപയുടെ പഴംപൊരി അല്ലേ അവൻ ഒറ്റയ്ക്ക് തിന്നീർത്ത്. അതുകൊണ്ട് ഇപ്പൊ 100 രൂപ മാത്രം കൊടുക്കും. പിന്നെയൊന്ന് ഗൗരവമായി പറഞ്ഞു, അഭിനയം ശരിയായാൽ മതി. കൈ കയറി പിടിക്കുന്ന സീന് ഡയറക്ടർ പറഞ്ഞ പോലെ വന്നാ ബോണസിനെ പറ്റി ആലോചിക്കാം. അത് കേട്ട് നീലു തലയിൽ കൈവച്ചു. എന്റെ ദൈവമേ, ഇതൊക്കെ കേട്ടാ തോന്നും പ്രണയല്ല, ലോ ബഡ്ജറ്റ് ഷോർട്ട് ഫിലിം ആണെന്ന്. ഒന്ന് തലയുറിഞ്ഞോണ്ട് നീലു ചീരുവിനോട് ചോദിച്ചു, ഇതൊക്കെ നടക്കൂടി? കാളിദാസിനെ പറ്റി നമുക്കറിയാവുന്നല്ലേ? അവളൊന്ന് എണ്ണി എണ്ണി പറഞ്ഞ പോലെ തുടർന്നു. സ്ത്രീകളോട് അവൻ ഒരുപാട് ബഹുമാനമുള്ളവനാ. ഒരു പെണ്ണിനെ കണ്ടാൽ പ്രേമിച്ചിറങ്ങുന്ന ടൈപ്പല്ല. ഈ കാട്ടുമുക്കിൽ നിന്ന് പട്ടണത്തിൽ പോയി പഠിച്ച ഒരേ ഒരു ചെറുക്ക് അവനല്ലേ ഉള്ളൂ. ചീരു കേട്ടുകൊണ്ട് തലകുലുക്കി. പട്ടണത്തിൽ നല്ല ജോലി കിട്ടിയിട്ടും അത് വിട്ട് നാട്ടിലെ കൃഷി ഗൈഡ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നു. അത് മാത്രമാണോ? മുറപ്പെണ്ണായിട്ട് പോലും ഇതുവരെ നിന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഒരു ഇഷ്ടമുള്ള നോട്ടം പോലും അവന്റെ ഭാഗത്ത് നിന്നിൽ ഉണ്ടായിട്ടില്ല. നീ വെറുതെ അവന്റെ പിറകെ നടക്കുന്നു. അവൾ ശബ്ദം കുറച്ച് ചോദിച്ചു.
പിന്നെ എന്തിനാടി നമ്മൾ റിസ്ക് എടുത്ത് ഇത്ര വലിയ പ്ലാനൊക്കെ ചെയ്യുന്നത്? അവസാനം നീലും സംശയത്തോടൊന്ന് കണ്ണീര് ചോദിച്ചു. എടി, ഇതിന്റെ ആവശ്യമുണ്ടോ? പിന്നെ ചീരുവിന്റെ കാതോട് ചേർന്ന് പറഞ്ഞു, നീ അവനോട് പോരെ വീട്ടിലല്ലേ താമസിക്കുന്നത്, അവനോട് നേരിട്ട് ചോദിച്ചാ പോരെ? അത് കേട്ടോ ചീരു നിശബ്ദമായി നിന്നു. ദൂരത്തെ ചൊക്കൻ പഴംപൊരിയുടെ അവസാന കഷ്ണം കടിച്ചുകൊണ്ട് നോക്കി നിന്നു. അത് ശരിയാവും, നീ വാ. അത്രയും പറഞ്ഞുകൊണ്ട് ചീരു നീലുവിനെ പിടിച്ച് ചൊക്കന്റെ അടുക്കിലേക്ക് പോയി. ഡാ ചെറുക്ക, പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ചീരു ചെറുതായി സ്മൈൽ നൽകി. അടിവാരത്തെ വിപണിയിലേക്ക് നമ്മൾ പോകുന്നത്. അവിടെ എത്തിയ ബുള്ളറ്റിൽ കാളിദാസനും അവന്റെ കൂട്ടുകാരൻ കേശു മുന്നിലൂടെ കടന്നു പോകും. ചീരുവിനും നീലുവിനും പ്ലാൻ ഒന്നുകൂടി പറഞ്ഞു കൊടുത്തു. ആ സമയത്ത് അവരുടെ മുമ്പിൽ നിന്നൊരു കൈ കയറി പിടിക്കണം. അവ കുതിരിമാറാൻ ശ്രമിക്കും. അതുകൊണ്ട് കാളിദാസ് ഓടി വന്ന് 2 അടി തരും. അത് കിട്ടിക്കഴിയുമ്പോൾ നീ കൈവിട്ടിട്ട് ഓടി രക്ഷപ്പെടണം. ചീരു ഓർമ്മപ്പെടുത്തി പറഞ്ഞു. ഇത്രയും സംഭവിക്കാൻ പോകുന്നത് നിനക്ക് മനസ്സിലായോ? ഇത് കേട്ട് സംശയത്തോടെ ചൊക്കൻ ചോദിച്ചു. അപ്പൊ ഞാൻ ഓടിയില്ലെങ്കിലോ? നീലുവൻ തല ചൊറിഞ്ഞ് പള്ളിയരിച്ചു. എന്നിട്ട് പറഞ്ഞു, ബാക്കി വല്ലോണ്ടെങ്കിൽ നിന്റെ വീട്ടിലെത്തിക്കാം, അഡ്രസ് പറഞ്ഞാൽ മതി. അയ്യോ വേണ്ട, ഞാൻ ഓടിക്കോളാം, ചൊക്കൻ വെപ്രാളപ്പെട്ടുകൊണ്ട് പറഞ്ഞു. അതെ, ചന്തയിലെ ഇറച്ചിക്കടിയുടെ വാതിക്കൽ വന്നാൽ മതി, കൂലി അവിടെ തരാം, ചീരു പറഞ്ഞു നിർത്തി. പത്തനംതിട്ട ജില്ലയിലെ കോന്നി റാന്നി റോഡിൽ നിന്ന് അല്പം മാറി കാടിനോട് ചേർന്ന ഒരു ചെറുഗ്രാമം മുല്ലക്കൽ ഗ്രാമം. രാവിലെ സൂര്യൻ നേരെ കാണില്ല. മലമുകളിലെ ചായ്ന്നു വരുന്ന വെളിച്ചമാണ് ഇവിടെ പകൽ തുടങ്ങുന്നത്. വീടുകളെല്ലാം പരസ്പരം അകലെയാണ്. ഒരുപാട് മനുഷ്യരും കുറച്ച് സംസാരവും. ഗ്രാമത്തിന്റെ ഒരു വശത്ത് റബ്ബർ തോട്ടങ്ങൾ, മഴക്കാലത്ത് കറുത്ത ചായം പിടിച്ച ഇലകൾ, വെയിലത്ത് പാൽവഴി പോലെ ഒഴുകുന്ന പഞ്ചാരപ്പുഴ, മറ്റേ വശത്ത് കാട്, ആനക്കാരിടങ്ങൾ മായാതെ കിടക്കുന്ന പാതകൾ. രാത്രിയിൽ കാറ്റിനൊപ്പം മരങ്ങൾ തമ്മിൽ ചർച്ച നടത്തുന്ന പോലൊരു അപരിചിതമായ ശബ്ദം. ആഴ്ചയിൽ ഒരിക്കൽ മാത്രമേ ഗ്രാമം പൂർണ്ണമായി ഉണരൂ. അടിവാര വിപണിയുള്ള ദിവസം ചായക്കടയിൽ ചർച്ചകൾ, പഴംപൊരിയുടെ എണ്ണമണം, ഇറച്ചിക്കടയിൽ തർക്കങ്ങൾ, വാർത്തകൾ എല്ലാം ഒരുമിച്ച് കലരുന്ന ഇടം. പട്ടണം അകലെയല്ല, പക്ഷെ ഈ ഗ്രാമം പട്ടണം പോലെ ജീവിക്കില്ല. ഇവിടെ ആളുകളെ വിലയിരുത്തുന്ന വസ്ത്രം കൊണ്ടോ ജോലി കൊണ്ടോ അല്ല, മറിച്ച് നടത്തം കൊണ്ടും നോട്ടം കൊണ്ടും മിണ്ടാതിരിക്കുന്ന രീതി കൊണ്ടുമാണ്. ഇപ്പോഴും വികസനം എത്തി നോക്കാത്ത ഗ്രാമം. ചന്ദ്രനിലേക്ക് സ്ത്രീകൾ കയറി പോയിട്ടും ഇപ്പോഴും അവിടുത്തെ ജനങ്ങൾ 19-ാം നൂറ്റാണ്ടിലെ ചിന്തകളുമായി ജീവിക്കുന്നു. മേലാളരും കീഴാളരും എന്ന ചിന്തയിൽ ഒറ്റപ്പെട്ടു പോയവർ, കാടിന്റെ വന്യതയിൽ കാട്ടു ജനതയെ പോലെ ജീവിക്കുന്നവർ. അങ്ങനെ ജീവിക്കാൻ അവർക്ക് ഇപ്പോഴും ഒരു കാരണമുണ്ട്. മുല്ലക്കൽ ജന്മി തമ്പുരാന്റെ മകനും അടുത്ത അവകാശിയുമായ ദാസും. അവൻ പ്രണയിച്ച കീഴ്ജാതി പെൺകുട്ടി കാളിയുടെയും പ്രണയചിന്തയുടെ കഥ, അവർക്ക് പിറന്ന കാളിദാസന്റെ കഥ. ഇന്നും ആ ചിന്തയിൽ അടിമപ്പെട്ട് ജീവിക്കുകയാണ് അവർ. ആ ദേശവാസികൾ ഇരുതട്ടിലായി. എങ്കിലും കൃഷിയാണ് അവരുടെ ഉപജീവനം. കൃഷിയിടങ്ങൾ വൃത്തിയായി അതിമനോഹരമായിട്ടാണ് അവർ സൂക്ഷിക്കുന്നത്. ആ ഗ്രാമത്തിന് പുറത്തുള്ള ആ വലിയ പട്ടണത്തിന്റെ ലോകത്ത് ചുരുക്കം ചിലർ മാത്രമേ യാത്ര ചെയ്തിട്ടുള്ളൂ, അതിലുപരി ജീവിച്ചിട്ടുള്ളൂ. അതിൽ കുറച്ചു പേരാണ് കാളിദാസനും നീലിമയും ശാരടി മാഷുമൊക്കെ. ഇവിടെ വളർന്നവർക്കറിയാം എല്ലാവർക്കും ഒരു കഥയുണ്ടെന്ന്. പക്ഷെ അതൊക്കെ പറഞ്ഞു നടക്കാൻ ഇഷ്ടമുള്ള മണ്ണല്ലിത്. ഇതേ സമയം പരസഹായിയായിരുന്ന കാളിദാസനും അവന്റെ കൂട്ടുകാരൻ കേശുവും കൃഷിക്കുള്ള വളമെടുക്കാൻ വേണ്ടി ചന്തയിലേക്ക് വന്നായിരുന്നു. ആ സമയത്തായിരുന്നു ആഴ്ച ചന്തയിൽ അവറാച്ച മുതലാളിയുടെ പീടികയിൽ ഓടിറക്കുന്നവരെ അവർ കണ്ടത്. പിന്നീട് നോക്കില്ല, രണ്ടും കൂടി അവരൊന്ന് സഹായിച്ചു. അല്ല, സഹായിക്കുകയായിരുന്നു. എന്തു ജോലിയും ചെയ്യാനുള്ള സന്നദ്ധതയും മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സുമാണ് അവരെ മറ്റുള്ളവരെ ഇഷ്ടപ്പെടാനുള്ള പ്രധാന കാരണവും. പണിയെല്ലാം കഴിഞ്ഞ് 2 കൈകളിലെയും പൊടി തമ്മിൽ തട്ടിത്തെളിച്ചുകൊണ്ട് ഇരുവരും ഒരു ചാക്കുവളമായി ബുള്ളറ്റിന്റെ അരിയിലേക്ക് നടന്നു. ബൈക്കിലേക്ക് ആദ്യം കയറിയ ദാസനാണ്. മുന്നിൽ ഹാൻഡിൽ കൈവച്ച് പിന്നിലേക്ക് ഒരു നോട്ടം പോലും നോക്കാതെ ഒരു ചാക്ക് വളം തോളിൽ കെട്ടിപ്പിടിച്ച് ബുള്ളറ്റിന്റെ പുറകിലിരുന്നത് കേശുവും. എടാ ദാസ, കേശു വിളിച്ചു. പെട്ടെന്ന് തന്നെ ദാസൻ തലതിരിച്ചു. എന്താണ് കേശു? അത് കേട്ട് കേശു പല്ലിയാണ് ചിരിച്ചു. നമുക്കൊന്ന് ചായ കുടിക്കാം, പണി കഴിഞ്ഞല്ലേ, നല്ല ക്ഷീണം. ദാസനൊന്നും ആലോചിച്ചില്ല, ഉടനെ മറുപടി വന്നു. ചായ കുടിച്ചെന്നാലേ ചീരക്ക് വളരാൻ താമസിക്കും, പിന്നെ അമ്മാവിന്റെ വായിലിരിക്കുന്ന ഞാൻ കേൾക്കേണ്ടി വരും. അത് കേട്ട കേശവൻ ചിരിച്ച് കണ്ണിച്ചിമ്മി പറഞ്ഞു. ആര്? ആ കേളു അമ്മാവനല്ലേ? വാ, ഒരു ചായ കുടിക്കാം. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഇരുവരും വണ്ടി വശത്താക്കി ചന്തയുടെ നടുവിലൂടെ നടന്ന് ചായക്കടയിലെത്തി. ഒരു ചായ, ഒരു പഴംപൊരി. പണിയിറങ്ങിയ ശരീരങ്ങൾക്ക് അത് മതിയായിരുന്നു. കപ്പുകൾ തിരിച്ചു വെച്ച് ഇരുവരും വണ്ടിയിലേക്ക് കയറി. കേശു പിന്നിലേക്ക് കയറി. ദാസൻ ഹാൻഡിൽ കൈവച്ച് ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്തു. ആ ശബ്ദം ചന്തയിൽ ഒന്നുകൂടി മുഴങ്ങി. ഇതെല്ലാം ദൂരത്തുനിന്ന് ശ്രദ്ധയോടെ കണ്ടെന്ന് നീലുവും ചീരുവും ചൊക്കനും. മൂവരും കണ്ണുകൾ കോർത്ത് അടയാളം പരസ്പരം കൈമാറി. ഇനി അഭിനയ പരമ്പര തുടങ്ങാനുള്ള സമയമായിരുന്നു. അതേസമയം വണ്ടി മുന്നോട്ട് നീങ്ങിയത് ചന്തയിലെ ഇടവഴികളിൽ ഒന്നിലേക്ക്. അവിടെയായിരുന്നു ചൊക്കനും നീലവും ചീരുവും ഒന്നിനടുത്ത് നിന്ന്. അവരിരുവരും വണ്ടിയുമായി ചൊക്കന് നേരെ എത്തുമ്പോൾ തന്നെ ചൊക്കൻ ഒട്ടും ആലോചിക്കാതെ നീലുവിന്റെ കയ്യിൽ കയറി പിടിച്ചു. അത് കണ്ടതും ചീരു പെട്ടെന്ന് പറഞ്ഞു. എടക്കാര കൈമാറിപ്പോയി, അവളുടെ കയ്യിലല്ല, എന്റെ കൈ പിടിയടാ. അത് കേട്ട ചൊക്കൻ വളരെ നിസ്സാരമായി ഒട്ടും പേടിയില്ലാത്ത പോലെ പറഞ്ഞു.
ആരുടെ കയ്യിലാരെന്താ, അടിയിട്ടുമ്പോ ഓടിയാ പോരെ. അവന്റെ ആ ഡയലോഗ് കേട്ട് ചീരു തലയിൽ കൈവച്ചു. അതേസമയം ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന നീലു പെട്ടെന്ന് കർശനമായി പറഞ്ഞു, എന്റെ കൈ വിടാ. പക്ഷേ അവളുടെ ശബ്ദത്തിൽ നാടകമില്ലായിരുന്നു, അത് യാഥാർത്ഥ്യമായിരുന്നു. അവിടെയാണ് ചൊക്കന് ആദ്യമായിട്ട് ഇത് അഭിനയമാണോ അല്ല പ്രശ്നമാണോ എന്ന് സംശയം തോന്നിയത്. ബുള്ളറ്റ് ഇപ്പോഴും മുന്നോട്ട് നീങ്ങിയാണ്. ദാസനും കേശുവും ഇതൊന്നറിയാതെ ഇടവഴിയിലേക്ക് കടന്നു വന്നു. ബുള്ളറ്റ് ഇടവഴിയിലേക്ക് തിരിഞ്ഞവും ദാസിന്റെ കണ്ണ് ആദ്യം പോയത് വണ്ടിയുടെ മുന്നിലേക്കല്ല, ആ കൈകളിലേക്കായിരുന്നു. ഒരു ചെറുക്കൻ നീലുവിന്റെ കൈ പിടിച്ച് നിൽക്കുന്നു, അത്രയും മതി. അവന്റെ കൈ ബ്രേക്കിലമർന്നു. ബുള്ളറ്റ് ഒന്ന് കുലുങ്ങി നിന്നു. ദാസിന്റെ ശബ്ദമുയർന്നില്ല, പക്ഷേ കർശനമായിരുന്നു. ചൊക്കൻ തലതിരിച്ച് നോക്കി. ഇപ്പൊ അവന്റെ മുഖത്ത് ആത്മവിശ്വാസം അല്പം ഒലിച്ചിറങ്ങി. നീലു വീണ്ടും പറഞ്ഞു, എന്റെ കൈ വിടോ. ദാസൻ വണ്ടിയിൽ നിന്നിറങ്ങി. ഒരു ചുവട്, പിന്നെ മറ്റൊരു ചുവട്. കേശു പിന്നിൽ നിന്ന് പതുക്കെ പറഞ്ഞു, ദാസ ഇത് ചന്തയാട്ടോ. ദാസൻ കേട്ടില്ല. ആ നേരെ ചൊക്കന്റെ മുന്നിലെത്തി. കൈവിട്. അതൊരു ചോദ്യമല്ലായിരുന്നു. ചൊക്കനൊന്ന് വിറച്ച് കൈവിടാൻ ശ്രമിച്ചു. പക്ഷെ പെട്ടെന്നുള്ള പേടിയിൽ അവൻ തെറ്റി വീണ്ടും പിടിച്ചു. ചീരു പുറകിൽ നിന്ന് കൂവി, ഇപ്പൊ ശരിക്കും അടി വരും. അടുത്ത നിമിഷം ഒറ്റ അടി. ശബ്ദമില്ല, വലിയ ആക്രോശമില്ല. ചൊക്കൻ പിന്നോട്ട് തള്ളി വീണു. അമ്മയെന്ന് പറഞ്ഞോന്ന് അവൻ തന്നെ അറിയില്ല. കേശു ഓടി വന്ന് ദാസനോടായി പറഞ്ഞു, അവൻ പോയോ? നീ പറഞ്ഞില്ലേ അവരോട് ചായ കുടിച്ചിട്ട് പോവാന്ന്. ദാസൻ നീലുവിന്റെ മുഖത്തേക്ക് നോക്കി. നിനക്കൊന്നും പറ്റിയില്ലല്ലോ. നീലു തലകുലുക്കി. അവളുടെ കൈ ഇപ്പോഴും അല്പം വിറക്കുന്നുണ്ടായിരുന്നു. ചീരു ഉള്ളിൽ പറഞ്ഞു, പ്ലാൻ പാളി, പക്ഷെ ഉത്തരം കിട്ടി. ചൊക്കൻ പതുക്കെ എഴുന്നേറ്റ് ചന്തയുടെ തിരക്കിലേക്ക് ഓടി. അവിടെയൊക്കെ പഴംപൊരി മണവും ചായക്കട ശബ്ദവും തുടരുമെങ്കിലും ഈ ഇടവഴിയിൽ ഒരു കാര്യം തീർച്ചയായി. ദാസനെല്ലാം കാണുന്നവൻ മാത്രമല്ല, ഇടപെടുന്നവനുമാണ്. ചൊക്കൻ തിരക്കിനുള്ളിലേക്ക് ഓടുന്നുണ്ടതും ദാസൻ പെട്ടെന്ന് തിരിഞ്ഞു. അവന്റെ മുഖത്തെ ശാന്തത ഒരു നിമിഷം കൊണ്ട് മാറിയിരുന്നു. ആരടി അവൻ? ശബ്ദം ഉയർന്നിരുന്നു. ചന്തയിലെ ശബ്ദങ്ങളെപ്പോലും അത് മുറിച്ചു കടന്നു. നീലു, അവനെന്തിനാ നിന്റെ കൈ കയറി പിടിച്ച്? നീലൊന്നും പറഞ്ഞില്ല. ആൾക്കുമ്പേ ദാസന്റെ സുമന്ധങ്ങൾ ചെന്നിരുന്ന ചീരുവിലായിരുന്നു. അവന്റെ ദേഷ്യം വാക്കുകളേക്കാൾ നോട്ടത്തിലായിരുന്നു. അത് കണ്ടതും ചീരു ഒന്ന് തലതാഴ്ത്തി നിന്നു. പറയാനുള്ള ഉണ്ടായിരുന്നു, പക്ഷെ ആ നിമിഷം വാക്കുകൾ കിട്ടിയില്ല. ആ നിശബ്ദത പൊട്ടിച്ച നീലുവായിരുന്നു. അറിയില്ല ദാസേട്ടാ, അവൾ പതുക്കെ പറഞ്ഞു. ഇവിടെ കണ്ട ചെറുക്കനാ, വേഗത്തിലാ കൈ കയറി പിടിച്ച്. അത് പറയുമ്പോൾ പോലും അവളുടെ ശബ്ദം ഉറപ്പില്ലാത്തതായിരുന്നു. ദാസൻ മുന്നിൽ നിൽക്കുന്ന ഇരുവരെയും ഒന്നുകൂടെ നോക്കി. കള്ളം പറയുന്നവരുടെ നോട്ടം അവൻ തിരിച്ചറിയാതെ പോയില്ല. പിന്നെ അവൻ തിരിഞ്ഞ് കേശിനോട് പറഞ്ഞു, നീ കയറാ. ശബ്ദത്തിൽ അവസാന തീരുമാനമുണ്ടായിരുന്നു. ഇവളുമാര് നാട്ടിലുള്ള ആമ്പിള്ളേരെ പഴപ്പിക്കിറങ്ങിയിരിക്കുക, ശവങ്ങള്. അതോടെ ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്തു. വണ്ടി മുന്നോട്ട് കുതിച്ചപ്പോൾ കേശു പിന്നിൽ നിന്നും തിരിഞ്ഞു നോക്കി നീലുവിനോട് പറഞ്ഞു, ഇടിപൊളി ആയി നോക്കി നടക്കുക. ബുള്ളറ്റിന്റെ ശബ്ദം ചന്തയുടെ തിരക്കിലേക്ക് ലയിച്ചു. നീലുവും ചീരും ഒന്നും പറഞ്ഞില്ല. ചന്ത വീണ്ടും പഴയ പോലെ. പക്ഷെ അവരുടെ മുമ്പിൽ ഇപ്പോൾ ഒരു കാര്യം മാത്രം ബാക്കിയായിരുന്നു. ദാസന്റെ ദേഷ്യം തെറ്റിദ്ധാരനിൽ നിന്നുള്ളതായിരുന്നു എന്ന്. അവനെ ഞാൻ കൂലി കൊടുക്കില്ല, തെണ്ടി, എല്ലാം കൊളാക്കി. ചീരു മനസ്സിൽ പറഞ്ഞ് ചുണ്ടിൽ വാക്കായി വന്നില്ല. ഇനി എങ്ങനെ വീട്ടിൽ ചെന്ന് കയറും? ദാസേട്ടന്റെ മുഖത്തെങ്ങനെ നോക്കും? ചിന്തകൾ ഒന്നിനുമേൽ മറ്റൊന്നുപോലെ അവളുടെ ഉള്ളിൽ കുത്തിക്കയറി. റബ്ബർ തോട്ടത്തിലൂടെ ഇലകളുടെ ഇടയിൽ നിന്നും വെയിലിന്റെ പൊട്ടിച്ചിരികൾ വീണുകൊണ്ടിരുന്നു. മാരിയമ്മൻ കോവിലിന്റെ മുമ്പിലൂടെ കടന്നപ്പോൾ ചീരു ഒന്ന് പതുക്കെ നടന്നു. അവിടേക്ക് അവൾക്ക് ചെറുപ്പം മുതൽ പരിചിതമായ നിശബ്ദത. നീലൊന്നും പറഞ്ഞില്ല. ചീരുവിന്റെ മുഖം കണ്ടാൽ ഇപ്പോൾ വാക്കുകൾക്ക് വേണ്ടിയില്ലെന്ന് അവൾക്കറിയാം. ഇരുവരും അയൽവാസികൾ, വീടുകൾക്കിടയിൽ വേലി പോലും ഇല്ലാത്ത ബന്ധം. സ്കൂൾ മുതൽ വഴിയും പുസ്തകവും സ്വപ്നങ്ങളും എല്ലാം ഒരുമിച്ചായിരുന്നു. ചീരുവിന്റെ ജീവിതവും തിരിഞ്ഞത് കേളുവച്ചന്റെ ഒരു തീരുമാനത്തിലാണ്. കാളിദാസനെ പഠിപ്പിക്കണം, അവനാണ് വീട്ടിലെ പ്രതീക്ഷ. അതിനുവേണ്ടി +2 പഠിച്ചിരുന്ന ചീരുവിന്റെ പഠനം അവിടെ അവസാനിപ്പിച്ചു. ഒരു പെണ്ണല്ലേ എന്നും പറഞ്ഞ് ചീരു ഒന്നും ചോദിച്ചില്ല. പകരം ദാസനെ MSc വരെ കേളുവച്ചൻ പഠിപ്പിച്ചു. പഠിച്ചിട്ടും ദാസൻ പട്ടണം പിടിച്ചില്ല, നാട്ടിൽ തന്നെ നിന്നു, കൃഷിയും ഇടയ്ക്ക് ഗൈഡ് പണിയൊക്കെ ആയിട്ട്. അതുതന്നെയായിരുന്നു ചീരുവിന്റെ അഭിമാനവും ഭയവും. അതേസമയം ചീരുവിനൊപ്പം പഠിച്ച നീലു ഇപ്പോൾ ഡിഗ്രി 2ാം വർഷമാണ്. പട്ടണത്തിലെ കോളേജ്, ബസ് സ്റ്റാൻഡ്, കോഫി ഷോപ്പ്, സ്വാതന്ത്ര്യം, അവിടുത്തെ കാഴ്ചകളും വിവരങ്ങളും ചീരുവിന് അറിയുന്നത് നീലുവിലൂടെ മാത്രം. നീലു പറയുമ്പോൾ ചീരു കേൾക്കും, ചിലപ്പോൾ ചിരിക്കും, ചിലപ്പോൾ ഹൃദയമൊന്ന് കുത്തും. എന്റെ ലോകം ഇത്രയേ ഉള്ളൂ എന്ന ചോദ്യം അവൾക്ക് തന്നെ ചോദിക്കാൻ ധൈര്യമില്ല. റബ്ബർ തോട്ടം പിന്നിട്ട് വീടിന്റെ വളവ് കാണുമ്പോൾ ചീരു മനസ്സിൽ പറഞ്ഞു, ഇന്നൊന്നും സംഭവിച്ചില്ലെന്ന് എല്ലാവരും വിശ്വസിച്ചാൽ മതി. നീലു ഒറ്റ നോട്ടം നോക്കി. അവളുടെ കണ്ണുകളിൽ ഒരു ഉറപ്പ്. ചീരു, ഇതൊക്കെ എന്തെങ്കിലും ആവട്ടെ, നീ ഒറ്റക്കല്ല. ചീരു ഒന്നും പറഞ്ഞില്ല. പക്ഷെ അവൾക്ക് ആദ്യമായി ആ ദിവസം നടക്കാൻ അത്രയും ഭാരം തോന്നിയില്ല. തന്റെ പ്രണയം കണ്ടിട്ടും കാണാത്ത പോലെ നടിക്കുകയാണ് ദാസൻ. പുറനാട്ടിൽ പഠിച്ചവനല്ലേ, അതായിരിക്കും നമ്മളെ പിടിക്കാത്ത. ചീരു മനസ്സിൽ ന്യായം കണ്ടെത്താൻ ശ്രമിച്ചു. ദേഷ്യമില്ല, പരാതിയില്ല, പക്ഷേ ഒരുപാട് മൗനം. വീട്ടുമുറ്റം കടന്നകത്തേക്ക് കയറിയതും അമ്മ ശാന്തയുടെ കണ്ണുകൾ അവളെ കുത്തി പൊള്ളിച്ചു. വാക്കുകൾക്ക് മുമ്പേ മുഖം മുഴുവൻ കുറ്റപ്പെടുത്തൽ. നേരം വെളുക്കുമ്പോ ഇറങ്ങും, സന്ധ്യയായ കയറി വരും. അടുക്കളയിൽ നിന്ന് വിളക്കിന്റെ തിരിയെടുത്തുകൊണ്ട് അവർ വീണ്ടും പറഞ്ഞു.
സന്ധ്യയായില്ലേ, ഞാൻ വിളക്ക് വെച്ചോളാം. പിന്നെ പഴയ പോലെ തന്നെ ഒരു നിർദ്ദേശം. ദാസൻ മീൻ കൊണ്ടുവന്നു, നീ വെട്ടിവെക്ക്, എന്നിട്ട് നീ കുളിക്ക്, ഞാൻ കറി വെച്ചോളാം. ചീരു ഒന്ന് ശ്വാസം വിട്ടു. അമ്മയുടെ വാക്കുകൾ കരുതലുണ്ടായിരുന്നു, പക്ഷെ അത് അവൾക്ക് ഇപ്പോൾ ആശ്വാസമായില്ല. അപ്പ എവിടെയാ അമ്മേ? അച്ഛനും ദാസനും ചീരക്ക് വളയിടുക. അവൻ അവിടെ തന്നെയല്ലേ? ചീരുവിന്റെ ഉള്ളിലൊരു ചെറു തുളുമ്പൽ. നീ കുളിച്ചു മാറ്, ആർക്കും കുളിക്കണം. അത്രയും പറഞ്ഞിട്ട് ശാന്ത തിരിഞ്ഞു പോകുമ്പോൾ ഒന്നുകൂടെ പറഞ്ഞു, നാളെ നിന്നെ കാണാൻ ഒരു കൂട്ടർ വരുന്നുണ്ട്. അവളുടെ ശബ്ദം പെട്ടെന്ന് കർശനമായി. അതുകൊണ്ട് നാളെ എങ്ങും പോവേണ്ട, കേട്ടല്ലോ. ആ വാക്ക് ചീരുവിന്റെ ചെവിയിൽ അലറി വീണു. നാളെ എന്നെ പെണ്ണ് കാണാൻ. ചീരു ഒരു നിമിഷം അവിടെ നിശ്ചലമായി നിന്നു. വാക്കുകളില്ല, ചോദ്യങ്ങളില്ല, കരച്ചിലില്ല. പക്ഷേ ഹൃദയം മാത്രം തന്നെ ചോദിച്ചു. അവൻ കണ്ടിട്ടും കാണാത്ത പോലെ നടിക്കുമ്പോൾ എന്നെ മറ്റൊരാൾ കാണിക്കാൻ എങ്ങനെ അമ്മയ്ക്ക് ഇത്ര വേഗം കഴിഞ്ഞു? അകത്തളത്തിലെ വിളക്കിൻ തിരി മങ്ങിയ വെളിച്ചം വീഴ്ത്തുമ്പോൾ ചീരുവിന്റെ നിഴൽ ഭിത്തിയിൽ നീണ്ടു. അതിലൊരു പെണ്ണിന്റെ രൂപമല്ല, ഒരു തീരുമാനത്തിന്റെ നിഴലായിരുന്നു. കുളി കഴിഞ്ഞ് തലയിൽ നിന്ന് വെള്ളം കിരിയുന്നുണ്ട്. ചീരു അടുക്കളയിലേക്ക് കയറി. വിറകടുപ്പിൽ മീൻകറി തിളച്ച് മറിയുന്നു. മീൻകറിയുടെ മണം അടുക്കള മുഴുവൻ നിറഞ്ഞു. അതിന്റെ അരികിൽ ശാന്തമ്മ ഒരു ചെറിയ സ്പൂൺ കൊണ്ട് കറി പതുക്കെ ഇളക്കുന്നു. ചീരു നിൽക്കുന്ന കണ്ടപ്പോൾ ശാന്തമ്മ മുഖമുയർത്തി നോക്കി. കടന്നൽ കുത്തിയ പോലെ വീർപ്പിച്ചു വെച്ചിരിക്കുന്ന മുഖം. കരഞ്ഞിട്ടില്ല, പക്ഷേ കരച്ചിലിന് മുമ്പുള്ള അവസ്ഥ. അതേ നിമിഷം തന്നെയായിരുന്നു അടുക്കളയിലേക്ക് ഏളുവശം കയറി വന്ന്. മകളെ കണ്ടതും അയാളുടെ ശബ്ദം പെട്ടെന്ന് മൃദുവായി. മോളെ ശ്രീദേവി. ഒരു നിമിഷം ചീരു അമ്പരുന്നു. ഓ, എന്താപ്പാ? ആ വിളി കേട്ട് കേളുവച്ചൻ ചിരിച്ചില്ല, പക്ഷേ ശബ്ദത്തിലൊരു കരുതൽ. മോളെ, നിന്നെ കാണാൻ നാളൊരു കൂട്ടര് വരുന്നുണ്ട്, ഒന്ന് ഒരുങ്ങിന്നോളൂ കേട്ടോ. അത്രയും പറഞ്ഞുകൊണ്ട് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിച്ചു. അടുക്കളയിൽ നിന്ന് അയാൾ നടന്നു പോകുമ്പോൾ ചീരു അവിടെയേറെ നിന്നു. അപ്പോൾ അവൾക്കൊരു കാര്യം വ്യക്തമായി. എല്ലാവർക്കും അവൾ ചീരുവാണ്, പക്ഷേ അപ്പന് മാത്രം അവൾ ശ്രീദേവി. അത് വിളിക്കുന്ന നിമിഷങ്ങളിൽ അവൾക്ക് തന്റെ സ്വന്തം പേര് വീണ്ടും ഓർമ്മ വരും. അപ്പൻ അവളോട് ഭയങ്കര ഇഷ്ടമാണ്. ഒരുപക്ഷെ അതുകൊണ്ടാണ് അവൾക്ക് എതിർത്ത് പറയാൻ കഴിയാത്തത്. കാരണം ഈ വീട്ടിൽ കാളി എന്നൊരു ജീവിതം ഒരിക്കലും ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം സ്വപ്നങ്ങൾ വളരെ സൂക്ഷിച്ചാണ് വളർത്തുന്നത്. അപ്പൻ അടുക്കളയിൽ നിന്ന് പോയതോടെ ശാന്തമ്മ ചീരുവിന്റെ അരികിലേക്ക് വന്നു. മീൻകറി തിളക്കുന്ന ശബ്ദം പോലെ അവരുടെ വാക്കുകൾക്ക് പശ്ചാത്തലമായി നിന്നു. എന്തേ നിന്റെ മുഖത്തൊരു വാട്ടം? ശാന്തമ്മ പതുക്കെ ചോദിച്ചു. എനിക്ക് കാര്യം മനസ്സിലാവുന്നുണ്ട് കേട്ടോ, നിന്റെ പ്രായം കഴിഞ്ഞ് ഞാനിതുവരെ എത്തിയത്. അവർ ചീരുവിന്റെ മുഖത്തേക്ക് നേരെ നോക്കി. എനിക്കറിയാം നിനക്ക് ദാസനുള്ള ഇഷ്ടം. ആ വാക്ക് ശബ്ദമുയർത്തിയില്ല, പക്ഷേ ചീരുവിന്റെ നെഞ്ചിൽ അത് വീണു. അവൻ ഞാൻ വളർത്തിയ കുട്ടിയാ, ഒരിക്കലും തെറ്റിയില്ല. ശാന്തമ്മയുടെ കണ്ണുകളിൽ വിശ്വാസമുണ്ടായിരുന്നു. പക്ഷേ ഇഷ്ടങ്ങൾ മനസ്സുകൊണ്ട് തോന്നേണ്ടതല്ലേ? അവളൊന്ന് നിശബ്ദമായി. എന്തായാലും നാളെ ഒരു കൂട്ടര് വരും, നീ ഒന്നും ചിന്തിക്കണ്ട, ബാക്കി നമുക്ക് പിന്നീട് നോക്കാം. അതൊരു ഉത്തരമല്ല, ഒരു ഭീഷണിയുമല്ല. ഒരമ്മമാനും ഒരുക്കിക്കൊണ്ട് പറഞ്ഞ വാക്കുകൾ. ചീരൊന്നും പറഞ്ഞില്ല, പക്ഷേ ആ നിമിഷം അവൾക്കൊന്നും മനസ്സിലായി. അമ്മയ്ക്കെല്ലാം അറിയാം. എന്നാൽ അമ്മ തന്നെയാണ് ഇപ്പോൾ എന്നെ പിടിച്ചു നിർത്തുന്നത്. അടുക്കളയിൽ വിളക്കിന്റെ വെളിച്ചം കൂടുതൽ മങ്ങിയപ്പോൾ ചീരുവിന്റെ കണ്ണുകളിൽ തുള്ളി വെള്ളം കത്തിക്കിടന്നു. അത് കരച്ചിലല്ല, കാത്തിരിപ്പാണ്. കേശുവിനൊപ്പം കറങ്ങിയിട്ട് അല്പം താമസിച്ചാണ് ദാസൻ വീട്ടിലേക്ക് വന്ന്. ബുള്ളറ്റിന്റെ ശബ്ദം മുറ്റത്ത് മുഴങ്ങിയതും ചീരു ഉമ്മറപ്പടിയിലേക്ക് നീങ്ങി. ബൈക്കിൽ നിന്നിറങ്ങി നടന്നു വരുന്ന ദാസനെ അവൾ കണ്ടു. കണ്ണെടുക്കാതെ ആർത്തിയോടെ ഒരു നിമിഷം പോലും കണ്ണടയ്ക്കാതെ അവനെ നോക്കി അവൾ നിന്നു. അവനടുത്തെത്തിയതും ശബ്ദം കർശനമായി. മാറിക്കിടി വായി നോക്കി അങ്ങോട്ട്. ചീരു വിറച്ചു. ഇന്ന് ചന്തയിൽ കിടന്ന് കാണിച്ചൊക്കെ ഞാൻ കണ്ടില്ലെന്ന് വിചാരിക്കണ്ട. അവന്റെ വാക്കുകൾ കത്തിയ പോലെയായിരുന്നു. വല്ല ആമ്പിള്ളേരെയും കറക്കിയെടുത്ത് നടക്കുന്നൊക്കെ ഞാനും അറിയുന്നുണ്ട്. ചീരി ഒന്നും പറഞ്ഞില്ല. ഏതാടിയ പയ്യൻ? ഇനി നിനക്ക് അവനെ ഇഷ്ടപ്പെട്ടെങ്കിൽ നമുക്ക് അവനോട് പറഞ്ഞ് നമ്മുടെ വീട്ടുകാരോടും പറഞ്ഞ് ആലോചിക്കാം. അത്രയും പറഞ്ഞുകൊണ്ട് ദാസൻ നേരെ തന്നെ മുറിയിലേക്ക് കയറി. വാക്കുകൾ അവന്റെ പിന്നാലെ അടഞ്ഞു. ചീരു പല്ലടിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് ഓടി. അവിടെ ശാന്തമയും കേളോസിനും കിടന്നിരുന്നു. സമയം 10:30 കഴിഞ്ഞു. ദാസനെ കാണാത്തതുകൊണ്ട് ചോറുമായി ചീരു അവന്റെ മുറിയിലേക്ക് ചെന്നു. ഒരു പ്ലേറ്റ് ചോറും ഒരു കിണ്ണം മീൻകറിയും മേശമേൽ വെച്ചു. അവളുടെ ശബ്ദമൊന്ന് ഇടറി. ഞാനും ദാസേന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചോട്ടെ? ഒരു നിമിഷം നിശബ്ദം. ഇന്നെങ്കിലും എന്നെ ഒന്ന് അനുവദിക്കൂ. അവളുടെ കണ്ണുകൾ വാക്കുകൾക്ക് മുമ്പേ ചോദിച്ചു. എത്രയോ വർഷങ്ങളായി താൻ ചോദിക്കുന്ന ഒരു അവസരമല്ലേ ഇത്, ദാസേടന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ. ദാസൻ താമസിപ്പിച്ചില്ല. ആഹാരം നീ അടുക്കളയിൽ നിന്ന് കഴിച്ചാൽ മതി കേട്ടോ. അവന്റെ ശബ്ദത്തിൽ വേഗം, കടുപ്പം. ഇല്ലെങ്കിൽ നിന്റെ അച്ഛനമാരുടെ കൂടെ ഇരുന്ന് കഴിക്കേ. എന്നെ നോക്കി നിൽക്കുന്ന എന്തിനാ? അത്രയും പറഞ്ഞുകൊണ്ട് അവൻ ചീരുവിനെ മുറിക്ക് പുറത്തേക്ക് ഇറക്കി. വാതിലടഞ്ഞു. ചീരു ഒരു നിമിഷം അവിടെ നിന്നു. പിന്നെ സങ്കടം മറിച്ച് അടുക്കളയിലേക്ക് നടന്നു. തന്റെ പ്ലേറ്റിൽ നിന്ന് ചോറ് കുഴച്ച് വായിലേക്ക് വെക്കുമ്പോഴും നാളെ എന്ന ചോദ്യം അവളുടെ മുമ്പിൽ മിന്നിക്കൊണ്ടേയിരുന്നു. രാവിലെ 8 മണി. വൃക്ഷപടർപ്പുകൾക്കിടയിലൂടെ സൂര്യപ്രകാശം അരിച്ചിറങ്ങുന്നതേയുള്ളൂ. ആ സമയം തന്നെയായിരുന്നു മുല്ലക്കൽ ദാസ് ബംഗ്ലാവിന്റെ മുമ്പിൽ ഒരു വൈറ്റ് ഓടി കാർ പതുക്കെ വന്ന് നിന്ന്.
ഗ്രാമത്തിന്റെ പതിവ് നിശബ്ദത കാറിന്റെ സൗണ്ട് കൊണ്ടൊന്ന് വിറച്ചു. ഡ്രൈവിംഗ് ഡോർ തുറന്ന് ആദ്യം പുറത്തേക്ക് ഇറങ്ങിയത് സുന്ദരിയായ പെൺകുട്ടിയായിരുന്നു നൈനിക വർമ്മ. സ്കിൻ ഫിറ്റ് ജീൻസും ടൈറ്റില്ലാത്തൊരു ടീഷർട്ടും അഴിച്ചിരിക്കുന്ന മുടി, മുഖത്ത് തേച്ചിരിക്കുന്ന ചായങ്ങളും അവളുടെ വെളുത്ത നിറത്തിനൊത്ത ശരീരകാന്തിയും സ്വാഭാവികമായ ആകർഷണവും അവിടെ നിന്നവർക്കെല്ലാം ഒറ്റ നോട്ടത്തിൽ തന്നെ ശ്രദ്ധ പിടിച്ചു പറ്റി. മുഖത്തേക്ക് നോക്കിയാൽ കണ്ണെടുക്കാൻ പോലും മനസ്സനുവദിക്കാത്ത ഒരു തെളിച്ചം. മുല്ലക്കൽ മുറ്റത്ത് അവൾ നിന്ന നിമിഷം ഒരു അപ്സരസ് ഭൂമിയിലേക്ക് ഇറങ്ങിയതുപോലെ തിളങ്ങി. അപ്പോൾ തന്നെ ഓടി കാറിന്റെ കോ ഡ്രൈവിംഗ് സീറ്റ് തുറന്നു അവളുടെ കൂട്ടുകാരി മിത്ര പുറത്തേക്ക് ഇറങ്ങി. അവൾക്ക് നൈനികയുടെ പോലെ മിന്നുന്ന സൗന്ദര്യമില്ല, പക്ഷേ കണ്ണുകളിൽ ഒരു ചുറുചുറുക്ക്. കോളേജ് ലൈഫിന്റെ ആത്മവിശ്വാസം മുഖത്താകെ. നൈനിക, ഇതാ വീടല്ലേ? അവൾ ചുറ്റുനോയി ചോദിച്ചു. നൈനിക ചെറിയൊരു പുഞ്ചിരിയോടെ വീട് നോക്കി. ആ, മുല്ലക്കൽ ദാസ് ബംഗ്ലാവ്. അവളുടെ കണ്ണുകൾ വീടിന്റെ അകത്തേക്കൊന്ന് പരിങ്ങി. വീടിന്റെ വാതിൽ തുറന്ന് അടുക്കളക്കാരി ജാനകി പുറത്തേക്ക് വന്നു. അവളുടെ പിന്നാലെ പുറംപണിക്ക് വന്ന പുരുഷന്മാരും സ്ത്രീകളും സ്വാഭാവികമായി മുറ്റത്തേക്ക് ചേരുകയായിരുന്നു. ആ നേരം തന്നെയായിരുന്നു കാറിൽ നിന്നിറങ്ങിയ 2 സുന്ദരി പെൺകുട്ടികളെ അവരെല്ലാവരും കണ്ടത്. കണ്ണുകൾ അറിയാതെ തന്നെ തിളങ്ങി. ഇത്തരമൊരു കാഴ്ച അവരുടെ ദൈനംദിന ജീവിതത്തിൽ വളരെ അപൂർവം. കരിയും പുകയും ചൂടും കൊണ്ട് ജീവിതം കടന്നുപോകുന്ന സ്ത്രീജനങ്ങൾക്കിടയിൽ നിന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ വേർതിരിച്ചു നിർത്തുന്ന 2 അപ്സരസുകൾ. അവരെ നോക്കി നിൽക്കുന്ന ആ കണ്ണുകളിൽ അഭിനന്ദനവും അമ്പരപ്പും ഒന്നിച്ച് നിറഞ്ഞിരുന്നു. ഇതാരാ? എവിടുന്ന? ആരാണിവർ? ചോദ്യങ്ങൾ വാക്കാവാതെ നോട്ടങ്ങളായി മാത്രം മാറി. കഠിനമായി തഴമ്പിച്ച കൈകളും ചുരുണ്ട മുഖങ്ങളും ഒരു നിമിഷം സ്വന്തം ജീവിതം പോലും മറന്നുപോയതുപോലെ. പുറത്തു നിൽക്കുന്ന പെൺകുട്ടികളെ കണ്ടതും ജാനകി സാരി തലപ്പുകൊണ്ട് മുഖമൊന്ന് തുടച്ചു. പിന്നെ അവരുടെ അരികിലേക്ക് വേഗം നടന്നു വന്നു. എന്നിട്ട് വളരെ ഭവ്യതയോടെ പറഞ്ഞു, ആ, കൊച്ചമ്പരാട്ടി എത്തിയോ? അവരുടെ ശബ്ദത്തിൽ ആശ്ചര്യത്തേക്കാൾ കടമബോധം. ഇന്നലെ തന്നെ ഇവിടെ കാര്യസ്ഥൻ മാധവൻ വന്നിരുന്നു. ജാനകി ഒന്ന് ശ്വാസം വിട്ട് വാക്കുകൾ തുടർന്നു. അയാൾ പറഞ്ഞത് അരിന്തൈ തമ്പുരാട്ടി വിളിച്ചിരുന്നു എന്ന്. നൈനിക അവളുടെ കൂട്ടുകാരി ഒന്നും പറയാൻ കേട്ടു നിന്നു. ചെറുമകളും കൂട്ടുകാരിയും കൂടി 1 മാസം വെക്കേഷൻ ആഘോഷിക്കാൻ ദാസ് ബംഗ്ലാവിലേക്ക് വരുന്നു എന്ന് ജാനകി വാക്കുകൾ വളരെ വ്യക്തമായി പറഞ്ഞു. അവർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണം, ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവരുതെന്ന് താക്കീതും തന്നിരുന്നു. അവരൊന്ന് ചുറ്റും നോക്കി. പുറം പണിക്കാർ ഇനി അവിടെ തന്നെയുണ്ട്. കൗതുക കണ്ണുകൾ ഇനിയും മാറിയിട്ടില്ല. എന്താ നിങ്ങളുടെ പേര്? ജാനകി ഒറ്റവാക്കിൽ പുഞ്ചിരിച്ചുകൊണ്ട് ഉത്തരം പറഞ്ഞു, ജാനകി. നൈനിക ഒന്ന് കണ്ണു വിളിച്ച് നോക്കി. അവളുടെ മുഖത്തൊരു പ്രത്യേകത, ഒറ്റ നോട്ടത്തിൽ വാക്കിനുമുള്ള സമ്പൂർണ്ണ അടയാളം. ആ, ജാനകി. അവൾ വീണ്ടും ഹൃദയസഹജമായി പറഞ്ഞു. ലഗേജുകളെല്ലാം കാറിലുണ്ട്, എല്ലാം അകത്ത് വെക്കാനുള്ള സൗകര്യം ഒരുക്ക്. അത് കേട്ട് ജാനകി നിർദ്ദേശിച്ചു. അകത്ത് വെപ്പിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ഒരുക്കാം. നൈനികയുടെ സംസാരത്തിൽ ഒരുതരം ആജ്ഞാപനമുണ്ടെന്ന് ജാനകിക്ക് മനസ്സിലായി. അത്രയും പറഞ്ഞുകൊണ്ട് നൈനിക കാറിന്റെ കീ തന്റെ ചൂണ്ടുവിരലിട്ട് കറക്കിക്കൊണ്ട് ഹാൻഡ് ബാഗ് തോളിലായി തൂക്കി ബംഗ്ലാവിന്റെ മെയിൻ എൻട്രൻസിലേക്ക് കയറി. പിറകെ അവർ 2 പേർ അകത്തേക്ക് നടന്നു. അവസാനം ബംഗ്ലാവിന്റെ ഹാൾ സെക്ഷനിൽ വലത്തേ ഭിത്തിയിൽ തൂക്കിട്ടിരിക്കുന്ന ഒരു വലിയ ചിത്രം ഇരുവരുടെയും കണ്ണിൽ തടഞ്ഞു. അവൾക്ക് നൈനികയ്ക്കും അവിടുന്ന് കണ്ണു മാറ്റാൻ പോലും തോന്നിയില്ല. ചിത്രത്തിൽ കാണുന്ന ആചാനബാഹുവായ ഒരു പുരുഷൻ സുന്ദരനും സുമുഖനും ആകർഷണത്തോടെ നിൽക്കുന്നു. ഗന്ധർവനെ പോലെ ഒരു ഭാവത്തിൽ ഒരു ബൊക്കയും പിടിച്ച് ആരെയോ നോക്കി ചിരിക്കുന്നു. ഫോട്ടോയിൽ നിന്ന് കണ്ടെടുക്കാൻ അവർ കഴിഞ്ഞില്ല. അവിടെ നിന്നും മിത്ര നൈനിയോട് പറഞ്ഞു, നൈനു, ആരാടി ഈ സുന്ദരനായ ചെറുപ്പക്കാരൻ? നൈനിക നോട്ടം തടയാ ഉത്തരം പറഞ്ഞു, ഇതാണ് ഈ ദാസ് ബംഗ്ലാവിന്റെ ഓണർ, ദാസ്. കണ്ണുകളിൽ ചെറിയൊരു നൊമ്പരം. ആളെന്റെ അമ്മാവനാ, എന്റെ അമ്മയുടെ ഒരേ ഒരു സഹോദരൻ. അവളുടെ ശബ്ദം നിശബ്ദമായി ഭിത്തിയിൽ പ്രതിഫലിച്ചു. ഫോട്ടോയിൽ നിന്നും കണ്ണുപറിക്കാൻ തോന്നില്ലെങ്കിലും അവരിരുവർക്ക് അവർക്കായി ഒരുക്കിയിരിക്കുന്ന മുറിയിലേക്ക് നടന്നു. റൂമിലേക്ക് കയറി മിത്ര വീണ്ടും അതിശയിച്ചു നിന്നു. ഇത്രയും സൗകര്യങ്ങൾ അവൾ ഇതുവരെ കണ്ടിട്ടില്ല. എല്ലാം തന്നെ രാജകീയമായ ഒരു ആഡംബരത്തിന്റെ സ്പർശം. നൈനിക അധികം വൈകാതെ തന്നെ തന്റെ വസ്ത്രങ്ങളെടുത്ത് ബാത്റൂമിലേക്ക് കയറി. ഈ സമയം കൊണ്ട് മിത്ര മുറിയിലെ ജനൽവാതിലിനരികിലേക്ക് നടന്നു. ഒരു ജനൽപ്പാളി പതുക്കെ തുറന്ന് അവൾ പുറത്തേക്ക് നോക്കി. ഒരു നിമിഷം അവളുടെ കണ്ണുകൾ അതിശയത്തിൽ നിറഞ്ഞു നിന്നു. അവർ കയറി വന്ന വഴി ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഒരു താഴ്വാരമായി മാറിയിരിക്കുന്നു. താഴെ മുഴുവൻ പച്ച വിരിച്ച ഒരു ഗ്രാമം, മരങ്ങളും പറമ്പുകളും വീടുകളും ചേർന്ന ഒരു ചിത്രപടം പോലെ. ആ കാഴ്ചയുടെ സൗന്ദര്യം അവളെ നിശബ്ദയാക്കി. എത്ര നേരം അവൾ അങ്ങനെ നിന്നെന്നറിയില്ല. പെട്ടെന്ന് പുറകിൽ നിന്നുള്ള നൈനുവിന്റെ വിളിയാണ് അവൾ തിരിച്ചുകൊണ്ടുവന്ന്. ഡീ, കുളിച്ചോറ് ഷൈവ, ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും കഴിക്കാം, ഭയങ്കര വിശപ്പാ. രാത്രി ഇറങ്ങിയല്ലേ അവിടുന്ന്, അതിൻ്റെ ആവാം. മിത്ര ചിരിച്ചുകൊണ്ട് ജനലടച്ച് തിരിഞ്ഞു. ഭക്ഷണം കഴിക്കാൻ അവരിരുവരും ഡൈനിങ് സെക്ഷനിൽ ഇരിക്കുകയായിരുന്നു. ചൂട് ദോശയും സാമ്പാറും ജാനകി അവരുടെ പാത്രത്തിലേക്ക് വിളമ്പിക്കൊടുക്കുമ്പോൾ അറിയാതെ തന്നെ അവരുടെ കണ്ണുകൾ ആ പെൺകുട്ടികളിലേക്കൊന്ന് നീങ്ങി. വളരെ മോഡേണായ വേഷമാണ് അവർ ധരിച്ചിരുന്നത്. ഈ നാടിന്റെ ലാളിത്യത്തോടും ഗ്രാമത്തിന്റെ ഭംഗിയോടും പൊരുത്തപ്പെടാവുന്ന തരത്തിലുള്ളത്. എങ്കിലും ജാനകി ഒരു വാക്ക് പോലും അഭിപ്രായമായി പറയാതെ മൗനമായി നിന്നു. അവർ സംസാരിക്കുന്നതും ചിരിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നതും ജാനകി ശ്രദ്ധിച്ചു നോക്കി.
നഗരത്തിന്റെ സ്വേച്ഛയോ ആത്മവിശ്വാസവും അവരുടെ ഓരോ ചലനത്തിലുമുണ്ടെന്ന് അവർക്ക് തോന്നി. ഒരു നിമിഷം ജാനകിയുടെ മനസ്സിലൂടെ ഒന്ന് മിന്നിപ്പോയി. ഇവരുടെ വരെ ഈ വീട്ടിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരും. അവൾ വീണ്ടും പതിവ് പോലെ തലകുനിച്ച് വിളമ്പൽ തുടരുകയായിരുന്നു. സാമ്പാർ മുക്കിയ ദോശ വായിലേക്ക് വെക്കുമ്പോഴും മിത്രയുടെ കണ്ണുകൾ വീണ്ടും വീണ്ടും ദാസിന്റെ ആ വലിയ ചിത്രത്തിലേക്കാണ് വഴുതിപ്പോയത്. കണ്ണെടുക്കാതെ ആ ഫോട്ടോയിലേക്ക് നോക്കുന്ന മിത്രയെ കണ്ട് നൈനിക ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എടി അതെന്റെ അമ്മാവനാ, ഇങ്ങനെ നോക്കിക്കൊല്ലാതെ, പുള്ളി ജീവനോടെ ഇല്ല. അവൾ അങ്ങനെ പറഞ്ഞ മിത്രയൊന്ന് ഞെട്ടി. എന്നിട്ട് ആ ഞെട്ടിന് പിന്നിൽ കൗതുകം നിറഞ്ഞ കണ്ണുകളോടെ വീണ്ടും അവൾ ആ ചിത്രത്തിലേക്ക് നോക്കി നിന്നു. അറിയാതെ അവളുടെ ചുണ്ടുകൾ മൊഴിഞ്ഞു. ഇത്രയും സുന്ദരനായ ഒരാള് ചെറുപ്പത്തിൽ തന്നെ മരിച്ചോ? എങ്ങനെ? കഴിച്ചുകൊണ്ടിരുന്ന ഭക്ഷണത്തിൽ നിന്ന് കൈയെടുത്ത് നൈനിക കുറച്ച് നിമിഷം മൗനം പാലിച്ചു. കൊന്നതാ അദ്ദേഹത്തെ. ആര്? മിത്രയുടെ ശബ്ദം നേർത്തു പോയിരുന്നു. അദ്ദേഹത്തിന്റെ പ്രണയം നിശേഷം അദ്ദേഹത്തെ കൊന്നുകളഞ്ഞു. ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് മിത്ര വീണ്ടും ചോദിച്ചു, നീ കണ്ടിട്ടുണ്ടോ അദ്ദേഹത്തെ? ആ ചോദ്യം കേട്ട് നൈനിക ഒന്ന് വിറച്ചു. പിന്നെ തലവിൽക്കി. ഇല്ല, ഞാൻ ജനിക്കുന്നതിന് മുമ്പ് അദ്ദേഹം മരിച്ചു. ഡൈനിങ് ഹാളിൽ ഒരു നിമിഷം ഭാരം നിറഞ്ഞ മൗനം പടർന്നു. ചുമരിലെ ആ ചിത്രം ഇപ്പോൾ വേറൊരു ഫോട്ടോ അല്ലായിരുന്നു. അത് മറഞ്ഞു കിടക്കുന്ന ഒരു ദുരന്തത്തിന്റെ നിഴലായി മാറിയിരുന്നു. ആരായിരുന്നു അദ്ദേഹത്തിന്റെ പ്രണയിനി? മിത്രയുടെ ചുണ്ടുകൾ സ്വയം വാചാലമായി. അവളുടെ കണ്ണുകളിൽ കൗതുകവും ഒരുപാട് പറയാനാവാത്ത ഭയവും ഒരുമിച്ച് തെളിഞ്ഞു. നൈനികയൊന്ന് ചിരിച്ചു. അത് സന്തോഷത്തിന്റെ ചിരിയല്ല, ഓർമ്മകളുടെ വേദന ഒളിപ്പിച്ചൊരു ചിരിയായിരുന്നു. ഇവിടേക്ക് വരണമെന്ന് ഞാൻ വാശി പിടിച്ചപ്പോൾ എന്റെ മുത്തശ്ശി അരുന്ധതിയാ എന്നെ ഏറ്റവും കൂടുതൽ അതിൽ വിലക്കിയത്. കാരണം അങ്കിളുടെ മരണശേഷം അവിടുന്ന് ആരും ഇവിടേക്ക് വന്നിട്ടില്ല, വരികയില്ല. ഞാൻ വാശി പിടിച്ചിട്ട ഈ യാത്ര. ഒരു നിമിഷം നിർത്തി അവൾ വീണ്ടും പറഞ്ഞു തുടങ്ങി. എന്താ കാരണമെന്ന് ഞാൻ ചോദിച്ചപ്പോൾ തന്നെയാ. നൈനികയുടെ ശബ്ദം പതുക്കെ മാറി. മുത്തശ്ശി ആ കഥ എനിക്ക് പറഞ്ഞു തന്നു. അവളുടെ കണ്ണുകൾ അജ്ഞാതമായി ഹാളിൽ ആ വലിയ ചിത്രത്തിലേക്ക് തിരിഞ്ഞു. മുത്തശ്ശൻ പോലീസിൽ ഉയർന്ന ഉദ്യോഗസ്ഥനായിരുന്നു. റിട്ടയർമെന്റിന് ശേഷം 2 മക്കൾക്കും വേണ്ടി 2 ബംഗ്ലാവുകൾ അദ്ദേഹം അവരുടെ പേരിലേക്ക് എഴുതി കൊടുത്തു. അതിൽ ഒരു നിമിഷം ശ്വാസം മുട്ടിയ പോലെ നൈനിക നിർത്തി. ദാസങ്ങളുടെ പേരിൽ എഴുതി വെച്ചതാ ഈ ബംഗ്ലാവ്. എറണാകുളത്തുള്ളത് എൻ്റെ അമ്മയുടെ പേരിൽ. ഹാളിൽ വീണ്ടും ഒരു നിശബ്ദത. മിത്ര ഒന്നും ചോദിക്കാതെ തന്നെ നൈനികയെ നോക്കി നിന്നു. കാരണം ഇനിയും വരാനുള്ളത് ഒരു സാധാരണ പ്രണയകഥയില്ലെന്ന് അവൾക്ക് തോന്നി തുടങ്ങിയിരുന്നു. നൈനികയുടെ ശബ്ദം പതുക്കെ ഒഴുകി തുടങ്ങി. മെഡിസിൻ പഠിത്തം കംപ്ലീറ്റ് ചെയ്ത അങ്കിള് തൻ്റെ ബംഗ്ലാവ് കാണാനും ഈ നാട്ടിലെ പച്ചപ്പും ശാന്തി ആസ്വദിക്കാനായിട്ടാണ് ഇവിടേക്ക് വന്നത്. പക്ഷേ അവൾ നിശബ്ദമായി. ഈ നാട്ടിലെത്തിയ ആ മനുഷ്യൻ ഒരു സ്ഥലത്തെ മാത്രമല്ല, ഒരു പുതിയ ലോകത്തെയാണ് കണ്ടത്. ഇരുട്ടിലായി ജീവിച്ചെടുത്ത മനുഷ്യർ എന്നും അദ്ദേഹത്തിന് അതൊരു അത്ഭുതമായിരുന്നു. മിത്ര ശ്വാസം അടക്കി കേട്ടു. അങ്ങനെയാണ് ഈ നാടിനെക്കുറിച്ച് അറിയാൻ സഹായിച്ച കാളി എന്നൊരു കീഴ്ജാതി പെൺകുട്ടിയെ അദ്ദേഹം പരിചയപ്പെടുന്നത്. ആ പരിചയം ഒരു നിമിഷം നൈനിക നിർത്തി. ആദ്യം സൗഹൃദമായി, പിന്നീട് അടുപ്പായി, ഒടുവിൽ പ്രണയമായി. ഹാളിൽ ആ വലിയ ചിത്രത്തിലേക്ക് അവൾ വീണ്ടും നോക്കി. അവരുടെ പ്രണയം ഇവിടുത്തെ ഒരു ക്ഷേത്രത്തിൽ വെച്ച് പരസ്പരം മാറിയിട്ട് വിവാഹത്തിലേക്ക് എത്തി. 1 വർഷത്തോളം അവരൊരുമിച്ച് ജീവിച്ചു. മിത്രയുടെ കണ്ണുകൾ നിറഞ്ഞു. കാളി ഗർഭിണിയായ ശേഷം മാത്രമാണ് മുല്ലക്കൽ കുടുംബം ഈ സത്യം മുഴുവൻ അറിഞ്ഞത്. നൈനികയുടെ ശബ്ദത്തിലൊരു തണുപ്പ് പടർന്നു. ജാതിക്കും മതത്തിനും അഭിമാനത്തിനും ജീവിതത്തേക്കാൾ വിലൽപ്പിച്ച മുത്തശ്ശൻ. അതിനുശേഷം ഈ ബന്ധത്തിനെതിരെയുള്ള യുദ്ധം തന്നെയായിരുന്നു. എങ്ങനെ അവർ പിരിച്ചു മാറ്റാം, എങ്ങനെ ആ ബന്ധം അവസാനിപ്പിക്കാം, അതായിരുന്നു എല്ലാവരുടെയും ചിന്ത. അവൾ ദീർഘമായി ശ്വാസം എടുത്തു. ഒടുവിൽ ആ ചിന്ത തന്നെയാണ് ജയിച്ചത്. ഹാളിൽ നിശബ്ദത കനത്തു. ഒരു വശത്ത് കുട്ടിക്ക് ജന്മം കൊടുത്ത് കാളി, മറ്റൊരു വശത്ത് ജീവിതത്തിൽ ഒരുമിക്കാൻ കഴിയാതെ മരണത്തിൽ ഒരുമിക്കാൻ തീരുമാനിച്ച അവരിരുവരും വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്തു. മിത്രയുടെ കണ്ണുകളിൽ നിന്നും കണ്ണീർ പൊഴിഞ്ഞു. ജീവിതം അവർക്ക് നിഷേധിച്ച ഒരു മരണം അവർക്ക് കൊടുത്തു. പക്ഷേ നൈനികയുടെ ശബ്ദം പതുക്കി ഒടിഞ്ഞു. ആ മരണത്തിന് പോലും അവരൊരുമിക്കാൻ ആ മനുഷ്യൻ അനുവദിച്ചില്ല. മിത്ര അവളിലേക്ക് നോക്കി. വിഷം കഴിച്ച് ഒരുമിച്ച് മരിച്ചിട്ടും അവരുടെ ശരീരങ്ങൾ പോലും ഒരുമിച്ച് സംസ്കരിക്കാൻ അനുവദിച്ചില്ല. ഹാളിലെ വായു ഭാരം പിടിച്ചു. ഒരാൾ ഈ കുടുംബത്തിൻ്റെ പേരിൽ, മറ്റൊരാൾ ജാതിയുടെ പേരിൽ, വ്യവസ്ഥകളുടെ പേരിൽ അവരുടെ ശരീരങ്ങൾ വേർതിരിച്ചു. നൈനികയുടെ കണ്ണുകൾ നിറഞ്ഞു. ജീവിച്ചിരിക്കുമ്പോൾ ജാതി തടസ്സമായി, മരിച്ചപ്പോൾ വ്യവസ്ഥ തടസ്സമായി. അവളൊരു നിമിഷം നിശബ്ദയായി. അവരൊരുമിക്കാൻ ജീവിതം അനുവദിച്ചില്ല, മരണം പോലും അനുവദിച്ചില്ല. ഹാളിൽ ആ വലിയ ചിത്രത്തിലെ ദാസിന്റെ ചിരി ഇപ്പോൾ ഒരു ചോദ്യം പോലെ തോന്നി. ഇത്രയും വെറുപ്പുള്ള ലോകത്ത് പ്രണയം ചെയ്തതോ അല്ലെങ്കിൽ മനുഷ്യനായതോ എന്താണ് അവർ ചെയ്ത കുറ്റം? എന്നാൽ നൈനിക പെട്ടെന്ന് പറഞ്ഞിടത്ത് തന്നെ ജാനകിയുടെ ശബ്ദം കയറി വന്നു. കൊച്ചമ്പരാട്ടി പറഞ്ഞൊക്കെ സത്യം തന്നെയാ. അവരൊരു നിമിഷം നിർത്തി, പിന്നെ പതുക്കെ പറഞ്ഞു, പക്ഷേ അതിൽ വിട്ടുപോയ ഒരാളുണ്ട്. നൈനികയും മിത്രയും ഒരുമിച്ച് അവരിലേക്ക് തിരിഞ്ഞു. കാളിക്കും ദാസാറിനും ജനിച്ച മകൻ. ആ വാക്കുകൾ ഹാളിൽ പതിഞ്ഞതൊരു ഇടിമുഴക്കം പോലെ. ജാനകി തുടർന്നു,
ആ ചോരക്കുഞ്ഞായി കാളിയുടെ സഹോദരൻ കേളു അന്ന് അരുന്തൈ തമ്പുരാട്ടിയുടെ മുന്നിൽ വന്നിന്നൊരു ചോദ്യം ചോദിച്ചു. അവർക്കുണ്ടായ കുഞ്ഞിന് നിങ്ങൾക്ക് അവകാശമുണ്ടോ എന്ന്. അന്ന് തമ്പുരാട്ടി ഒരു മടിയില്ലാതെ പറഞ്ഞ വാക്കുകൾ ഇന്നും ജാനകിക്ക് ഓർമ്മയുണ്ട്. എൻ്റെ മകൻ്റെ ചോരയാണെങ്കിലും അത് ജനിച്ച് ഹീനജാതിക്കാരിയായ കാളിയുടെ വയറ്റിലാണ്. അതിനാൽ ആ മാംസകഷ്ണത്തെ കൊന്നുകളയാന്ന്. അത് കേട്ട് കേളൊരു വാക്കും പറഞ്ഞില്ല. ആ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് അന്ന് എന്നെ പടിയിറങ്ങിയതാ, ഒരു മുള്ളുപോലും കൊള്ളാതെ. ജാനകിയുടെ ശബ്ദം നിർത്തും. അവൻ ആ കുഞ്ഞിനെ വളർത്തി സ്വന്തം മകനെ പോലെ. അവളും നിർത്തി. പിന്നെ ഉറപ്പോടെ പറഞ്ഞു, അല്ല, സ്വന്തം മകനായി തന്നെ. ആളിലെ നിശബ്ദതക്ക് ഭാരം പിടിച്ചിരുന്നു. ഇന്നും ജാനകി തുടർന്നു. ജാതിക്കും മതത്തിനും മേലാർക്കും ചുക്കാൻ പിടിക്കുന്ന ഈ നാട്ടിൽ നിന്ന് പുറം ലോകത്തേക്ക് പോയി ലോകം കണ്ടവനും ഈ നാട്ടിലേക്ക് വീണ്ടും മടങ്ങി വന്നവനും അവൻ തന്നെയാ. അതെല്ലാം പറഞ്ഞിട്ട് ജാനകി അവരുടെ മുന്നിലിരുന്ന പ്ലേറ്റുകൾ എടുത്തു. ഒന്നും പറയാതെ അടുക്കളയിലേക്ക് നടന്നു. മിത്രയുടെ കണ്ണുകൾ വീണ്ടും ആ ഫോട്ടോയിൽ തന്നെ പതിഞ്ഞു. അറിയാതെ അവളുടെ ചുണ്ടുകൾ മൊഴിഞ്ഞു. ഈ മനുഷ്യൻ ഇന്നും ജീവിച്ചിരുന്നെങ്കിൽ ഒരു നോക്ക് കാണായിരുന്നു. അത് കേട്ട ജാനകി പെട്ടെന്ന് നിൽക്കുകയായിരുന്നു. പിന്നെ അവൾ പതുക്കെ പക്ഷെ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു, ദാസ് തമ്പ്രാൻ ജീവിച്ചിരിപ്പില്ലെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞ്? നൈനികയും മിത്രയും ഒന്നും മനസ്സിലാതെ അവരെ നോക്കി. ഇന്നും ജാനകിയുടെ ശബ്ദം കുറച്ച് താഴ്ന്നു. ഇന്നും ആ രൂപയും മുല്ലക്കൽ ഗ്രാമത്തിൽ ഓടി നടക്കുന്നുണ്ട്, ദാസ് തമ്പ്രാന്റെ മുഖത്തോടെ തന്നെ. നൈനിക വിറച്ച് ചോദിച്ചു, ആര്? ജാനകി ഒരു പുഞ്ചിരി തൂയിക്കൊണ്ട് പറഞ്ഞു, കാളിദാസൻ. ആ പേര് ഹാളിൽ വീണത് ഒരു വിള്ളൽ പോലെ. അതേ കൊച്ചമ്പ്രാട്ടി, കാളിയുടെയും ദാസ് തമ്പ്രാന്റെയും മകൻ കാളിദാസൻ. നൈനികയുടെ കണ്ണുകൾ വലുതായി. തമ്പ്രാന്റെ രൂപം കാളിയുടെ ഗർഭപാത്രത്തിൽ ജനിച്ചെങ്കിലും അത്തമ്പ്രാന്റെ ചോര തന്നെയല്ലേ. അപ്പൊ ആ രൂപം എങ്ങനെ തിരികെ വരാതിരിക്കും? ജാനകി വീണ്ടും ആ ചിത്രത്തിലേക്ക് നോക്കി. ദാസ് തമ്പ്രാനെ നോക്കുന്ന പോലെ തന്നെയാ കാളിദാസനെ നോക്കുന്നത്. അതേ നടത്തം, നോട്ടം, നിശബ്ദം, വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. അവരുടെ ശബ്ദം ഒടുവിലൊരു വാചകമായി തീർന്നു. ചോര മണ്ണിൽ മൂടാം, പക്ഷേ രൂപം മാറ്റാൻ ഈ ലോകത്ത് നിന്നും പഠിച്ചിട്ടില്ല. നൈനിക അവിടെ തന്നെ നിശബ്ദമായി നിന്നു. ജാനകിയുടെ ശബ്ദം ഇപ്പോൾ മൃദുവായിരുന്നു, ഒരു കുറ്റസമ്മതം പോലെ. അവനൊരു പാവ കൊച്ചമ്പ്രാട്ടി, വലിയൊരു പഠിത്തക്കാരനുവാ. അതിൻ്റെ വലിയ ഭാവമൊന്നും അവനില്ല. എന്തു പണിക്കും പോവും. പട്ടണത്തിൽ ജോലി കിട്ടിയതാ. അത് കളഞ്ഞ് സ്വന്തം നാടും വീടറിഞ്ഞ് ജീവിക്കുക. പാവങ്ങളെ സഹായിക്കാൻ അവന് വലിയ മനസ്സാ. വിദ്യാഭ്യാസത്തിന് വേണ്ടി അവൻ എന്ത് ചെയ്യും? പഠിക്കാൻ നിവൃത്തിയില്ലാത്ത 2 കുട്ടികളെ പഠിപ്പിക്കുന്നുമുണ്ട്. അവനെ വളർത്തിയ കേളുവല്ലേ സ്വന്തം അമ്മാവൻ. ഒരമ്മയുടെ സ്നേഹം കൊടുത്ത ശാന്തമ്മ ഇന്നും അവൻ്റെ കൂടെ നിൽക്കുന്നത്. ആ ഒരു നിമിഷം നിർത്തി. പിന്നെ പതുക്കെ കൂട്ടിച്ചേർത്തു, പിന്നെ ചീരു, അതായത് ശ്രീദേവി, അവൻ്റെ മുറപ്പെണ്ണ. ആ വാക്ക് വായിൽ വീണ നിമിഷം നൈനികയുടെ നെഞ്ചിൽ ഒരു തരം വേദന പെട്ടെന്ന് നിറഞ്ഞു വന്നു. മുറപ്പെണ്ണ്. ആ വാക്ക് അവൾ വല്ലാതെ പിടിച്ചു കുലുക്കി. അവളൊന്നും പറഞ്ഞില്ല. പക്ഷെ അവളുടെ ഉള്ളിൽ ഒരു ചിന്ത അറിയാതെ ഉരുണ്ടു കയറി. അവൻ എൻ്റെ അമ്മാവൻ്റെ മകനല്ലേ? അപ്പോ എനിക്കവൻ മുറച്ചെറുക്കനല്ലേ? ആ ചിന്ത അവളെ തന്നെ ഭയപ്പെടുത്തി. എന്തിനാണ് ഈ വേദന? എന്തിനാണ് ഈ അസ്വസ്ഥത? അവൾ വീണ്ടും ഹാളിൽ ആ ചിത്രത്തിലേക്ക് നോക്കി. ദാസ് തമ്പ്രാന്റെ മുഖം, അതേ നോട്ടം, അതേ നിശബ്ദത. ഇപ്പോൾ അവളുടെ മനസ്സിൽ ആ മുഖം കാളിദാസനായി മാറിയിരുന്നു. ജാനകി പോയോന്നും തിരിഞ്ഞു നോക്കിയ ശേഷം മിത്ര പതുക്കെ നൈനികയോട് പറഞ്ഞു, എന്തായാലും വന്ന സ്ഥിതിക്ക് ഇത്രയും ഹോട്ടായിട്ടുള്ള നിന്റെ അങ്കിളുടെ മുകളിൽ ആ ദാസനെ കാണാതെ പോയാൽ എനിക്കതൊരു നഷ്ടമായിരിക്കും. അത് പറഞ്ഞപ്പോൾ അവളുടെ ചുണ്ടിലൊരു കുസൃതി ചിരി മിന്നി. പക്ഷെ നൈനികയൊന്നും പറഞ്ഞില്ല. അവളുടെ ഉള്ളിൽ അതേ ആഗ്രഹം ഇതിനോടകം തന്നെ മുളപൊട്ടി തുടങ്ങിയിരുന്നു. ഇന്ന് തന്നെ ഒന്ന് കണ്ട അവൾ സ്വയം തന്നെ പറഞ്ഞു. പക്ഷെ എന്ത് കാരണ പറയടി? മിത്ര സംശയത്തോടെ ചോദിച്ചു. നൈനിക ചിരിച്ചു. അതിന് നീ എന്തിനടി പേടിക്കുന്നത്? ഈ നൈനികാവർമ്മ വിചാരിച്ചാൽ നടക്കില്ലേ? അത് മതിയായിരുന്നു. മിത്രയുടെ സംശയം അവിടെ അവസാനിച്ചു. വേഗം തന്നെ ഇരുവരും ഒരുങ്ങി. കാറിലേക്ക് കയറാൻ നേരം മിത്രയും നിർത്തി നൈനിക നോക്കി ചോദിച്ചു, ഇത് പക്ക നാട്ടിമ്പറാണടി. നീ ഇട്ടിരിക്കുന്ന വേഷം എടുത്ത മനുഷ്യർക്ക് ദഹിക്കില്ല. അവിടെ ഒരു ജീൻസും ടീഷർട്ടും ഇട്ടാൽ മതി, ഞാൻ ഇട്ടിരിക്കുന്ന പോലെ. നൈനിക അവളെ ഒന്ന് കണ്ണു ചിമ്മി നോക്കി. യു ഷടം. എനിക്ക് എന്ത് വേഷപ്പം ധരിക്കണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഫ്രണ്ടാണെന്ന് പറഞ്ഞേ എന്നെ ഭരിക്കാൻ വന്നേക്കരുതേ. അത്രയും പറഞ്ഞ് ആൾ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി. കയ്യിൽ പിടിച്ചിരുന്ന കീപാഡ് സെറ്റ് ഒരു വശത്തേക്ക് വെച്ച് കേളു ഉമ്മറത്തിണ്ണയിലെ കസേരയിലേക്ക് ഇരുന്നു. അയാളുടെ മുഖത്തെ ക്ഷീണവും നിരാശയും ശ്രദ്ധിച്ചുകൊണ്ടായിരുന്നു ശാന്തമ്മ പുറത്തേക്ക് ഇറങ്ങി വന്ന് കസേരയിൽ തലകുനിച്ചിരിക്കുന്ന അദ്ദേഹത്തെ കണ്ടതും അവർ ചോദിച്ചു, എന്തു പറ്റിയേട്ടാ? എന്തെങ്കിലും വല്ലായ്മ? കേളു ഒരു ദീർഘനിശ്വാസം വിട്ടു. ആ ബ്രോക്കർ വിളിച്ചിരുന്നു. സീരുവിനെ കാണാൻ വരാനിരുന്നവരൊന്നും വരില്ല എന്ന് പറഞ്ഞു. അയാളുടെ ശബ്ദത്തിൽ അടഞ്ഞു നിൽക്കുന്ന കോപവും വേദനയും വ്യക്തമായിരുന്നു. എന്താ ഇതിന്റെ അർത്ഥം ശാന്തേ? ആദ്യത്തെ ദിവസം വിളിച്ച് കാണാൻ വരുമെന്ന് ഉറപ്പിരുന്നു. ഇപ്പൊ വീണ്ടും വിളിച്ചു പറയുന്നു വരില്ലെന്നും താല്പര്യമില്ലെന്നും. അതേ ഒരു നിമിഷം മിണ്ടാതിരുന്നു.
ഇതിപ്പോ ഒരു വട്ടാണെങ്കിൽ പോട്ടെ നോക്കാം. 3-4 വട്ടം ഇത് തന്നെയല്ലേ ആവർത്തിക്കുന്നത്. വാക്കുകൾ അവിടെ വെച്ച് തന്നെ തകർന്നു വീണു. കേളു പറഞ്ഞു നിർത്തി. ഉമ്മറത്തിണ്ടിയിൽ നിശബ്ദത മാത്രം ഭാരമായി തങ്ങി അങ്ങനെ നിന്നു. ഇതെല്ലാം കേട്ടുന്ന ചീരുവിന്റെ കണ്ണുകളിൽ വല്ലാത്തൊരു ചിരി പടർന്നു. അതേസമയം ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന നൈനിയക്കും മിത്രക്കും ദാസന്റെ വീടറിയില്ലായിരുന്നു. പക്ഷെ വഴിയോരങ്ങളിൽ ചോദിച്ചും പറഞ്ഞു അവസാനം ആ വഴിയിലേക്ക് തന്നെ അവരെ നയിച്ചു. കാർ ഒരു പഴയ വീടിന്റെ മുറ്റത്തെ മാവിൻ ചുവട്ടിൽ വന്ന് നിർത്തി. മുന്നിലെ ഒരു ലളിതമായ വീട്. വാതിൽ തുറന്നിരുന്നു. നൈനിക ആ വീട് നോക്കി ഒരു നിമിഷം ശ്വാസം പിടിച്ചു. വിശാലമായ മുറ്റം, ചുറ്റും വേലിക്കമ്പുകൾ നിരത്തി കെട്ടിയ വേലി, അതിന്റെ ഒരു തട്ടിൽ പൂക്കളുടെ ചെടികൾ, തുളസിയും ചെമ്പരത്തിയും മുല്ലയും ഒന്നൊന്നായി നട്ടു നനച്ചിരിക്കുന്നതിൽ ആ വീട്ടിലെ സ്ത്രീയുടെ കൈപ്പണി തന്നെ തെളിഞ്ഞു നിന്നു. ഓടിട്ട വീടാണെങ്കിലും 3-4 മുറികളുണ്ടെന്ന ഒറ്റനോട്ടിൽ തന്നെ വ്യക്തമായിരുന്നു. നൈനികയും ഇത്രയും കാറിൽ നിന്നിറങ്ങി ആ വീട് മുഴുവൻ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് ഉമ്മറത്തേക്ക് ഒരു ബ്ലൗസും ഒരു തോർത്തുമണിഞ്ഞ് ശാന്തമ്മ വന്ന് നിന്നത്. മുന്നിൽ നിൽക്കുന്ന 2 പെൺകുട്ടികളെ കണ്ടതും ശാന്തമ്മയുടെ കണ്ണുകളൊന്നും തള്ളി വന്നു. ഇത്രയും കാലം ഈ മുറ്റത്ത് കണ്ടിട്ടില്ലാത്തൊരു കാഴ്ചയായിരുന്നത്. വില കൂടിയ ആഡംബരത്തിന്റെ ഒരു മിന്നലിൽ മുൻപിലായി ഇറങ്ങി നിൽക്കുന്ന 2 അപ്സരസുകളെ പോലെ തോന്നിപ്പിക്കുന്ന പെൺകുട്ടികൾ. അതിൽ കൂടുതൽ വെളുത്ത സുന്ദരിയായ പെൺകുട്ടി അവൾ ധരിച്ചിരിക്കുന്ന അല്പ വസ്ത്രമായിരുന്നു. ട്യൂബ് ടോപ്പും ഡെനിം ഷോർട്സുമായിരുന്നു നൈനിയുടെ വേഷം. അത് കണ്ടത് മാത്രം ശാന്തമ്മയുടെ കണ്ണുകൾ ഒന്നുകൂടി വലുതായി. മുട്ടിനു മുകളിലേക്ക് നിർത്തിയ തുണി, നഗരത്തിന്റെ ധൈര്യം നാട്ടിൻപുറത്ത് വന്നേൽക്കുന്ന പോലെ. അതിനൊപ്പം മുടിയഴിഞ്ഞു വീണ് വെയിലിൽ മിന്നുന്ന മുഖം. ശാന്തം അറിയാതെ തന്നെ തോർത്ത് കുറച്ച് നെഞ്ചിലേക്ക് കൂടി വലിച്ചിടുകയായിരുന്നു. ഇവളാരെ ഇങ്ങനെയൊരു വേഷത്തില് ഇവിടെ എന്ത് കാര്യം? അവളുടെ മനസ്സിൽ ചോദ്യങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വന്നു. മിത്ര അത് മുഴുവൻ കണ്ട് രസിച്ച് നിൽക്കുകയായിരുന്നു. നൈനികയോട് ചെവിയിൽ പറഞ്ഞില്ലേ ഇവിടുത്തെ ആളുകൾക്ക് ഇതൊന്നും ദഹിക്കില്ലെന്ന്. നൈനിക ഒരു ചെറു ചിരി മാത്രം നൽകി. അവൾക്ക് പിന്നോട്ട് മാറാൻ ഒരുപാട് വൈകിയിരുന്നു. ശാന്തമോടുകൾ തൊണ്ട വൃത്തിയായി ചോദിച്ചു, ആരെയാ കാണേണ്ടത്? നൈനിക ഒരു നിമിഷം ഉമ്മറത്തേക്കും വീടിനുള്ളിലേക്ക് നോക്കി. വീണു ശാന്തമ്മയിലേക്ക് മുഖത്തൊരു ചിരി പോലില്ലാതെ അവൾ പറഞ്ഞു, ദാസൻ. ആ പേര് വീണു ശാന്തമ്മയുടെ നെഞ്ചിലേക്ക് ഒന്നുകൂടി ആഴത്തിൽ കുത്തി. ദാസൻ, അവൾ ആവർത്തിച്ചു. എന്താ കാര്യം? ശാന്തമ്മ ചോദിച്ചു. ഈ പ്രാവശ്യം ശബ്ദത്തിൽ സംശയവും ജാഗ്രതയും ഒരുമിച്ച്. നൈനിക ഒരു നിമിഷം വാക്കുകൾ തിരഞ്ഞു. ഞങ്ങള് ദാസ് ബംഗ്ലാവിൽ നിന്ന് രാവിലെ എത്തിയതാ. അവിടെ ഞങ്ങൾക്ക് ഈ നാടിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിയാൻ. അവളുടെ കണ്ണുകൾ അറിയാതെ വീടിനുള്ളിലേക്ക് തിരിഞ്ഞു. ദാസ് ബംഗ്ലാവ് എന്ന് കേട്ടത് ശാന്തമൊന്ന് ഞെട്ടി നിന്നുപോയി. എന്നാൽ ഇതേ സമയം ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന കേളു ഒരക്ഷരം മിണ്ടാതെ കുനിഞ്ഞു തന്നെ ഇരുന്നു. തലയുർത്താൻ അവന് ധൈര്യമില്ലായിരുന്നു. കാരണം ആ പേര് അവൻ മറക്കാൻ ശ്രമിച്ച ഒരുപാട് രക്തസ്മൃതികൾ ഒളിപ്പിച്ചിരുന്നതായിരുന്നു. നിക്ക്! വീടിന്റെ പിൻഭാഗത്തുനിന്ന് ഉയർന്ന അലർച്ച കാറ്റിനെ പോലും പിളർത്തിക്കൊണ്ട് ഉമ്മറം വരെ എത്തി. ശാന്തമ്മയും കേളവും ഒരേ സമയം തിരിഞ്ഞു നോക്കി. അവരുടെ പിന്നാലെ നൈനികയും മിത്രയും. അടുത്ത നിമിഷം ഇരുവരുടെയും കണ്ണുകൾ മെഴുകുപോലെ ഉരുകി. തങ്ങൾ കുറച്ചു നേരം മുമ്പ് ചുമരിൽ തൂങ്ങിയിരിക്കുന്ന ആ പഴയ കറുത്ത വെളുത്ത ഫോട്ടോയിൽ കണ്ട അതേ മുഖം ഇപ്പോൾ ജീവനോടെ ശ്വാസം എടുത്തുകൊണ്ട് തങ്ങളുടെ മുന്നിൽ. മാറ്റങ്ങൾ, വലിയ മാറ്റങ്ങളൊന്നുമില്ല. ഫോട്ടോയിൽ രാജകീയ വസ്ത്രങ്ങളിൽ ഗൗരവത്തോടെ നിന്ന ദാസ്തംബ്രാനായിരുന്നെങ്കിൽ ഇവിടെ അവരുടെ മുമ്പിൽ ഒരു ചെറുപ്പക്കാരൻ, കാവിക്കൈലിയും തലയിൽ വെളുത്ത തോർത്തും ദേഹമാകെ ചാണകവും ചെളിയും. ഇപ്പോൾ കൃഷിസ്ഥലത്ത് നിന്ന് കയറി വന്നതാണെന്ന് വ്യക്തം. എങ്കിലും ആ കണ്ണുകൾ, ആ നോക്ക്, ആ മുഖത്തെ തീക്ഷ്ണത ദാസ് തന്നെയായിരുന്നു. നൈനികയുടെ വിരലുകൾ അറിയാതെ വിറച്ചു. മിത്രയുടെ ശ്വാസം തൊണ്ടയിൽ കുടുങ്ങി. ഇത് അവനല്ലേ? അവളുടെ ചുണ്ടുകൾ ശബ്ദമില്ലാതെ പറഞ്ഞു. അപ്പോഴാണ് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടത് അവന്റെ കൂടെ ഇനിയൊരാൾ. അതേ വേഷം, അതേ കാവിക്കൈലി, അതേ തലയെക്കെട്ട്. പക്ഷെ അവന്റെ മുഖത്ത് ദാസന്റെ രാജകീയ ഗൗരവമല്ല, ഒരു നിശബ്ദത, നിഴല് പോലെ കൂടി നിൽക്കുന്ന ഒരു സാന്നിധ്യം. ദാസൻ മുന്നിലേക്ക് നടന്നു വന്നു. ആരുടെ നേരെ നിന്ന ശേഷം ശബ്ദമുയർത്താതെ പറഞ്ഞു, പറ്റില്ല. നാട് കാണാൻ വന്നവരാണെങ്കിൽ കണ്ടിട്ട് പോണം. ഇവിടുത്തെ നാട്ടുകാരെയും ജീവിത രീതികളെയും വിലയിരുത്താനോ അളക്കാനോ മറ്റെന്തെങ്കിലും കണ്ടെത്താനോ ശ്രമിക്കരുത്. അത്രയും പറഞ്ഞുകൊണ്ട് അവൻ തിരിഞ്ഞ് വീട്ടിലേക്ക് നടന്നു. തന്റെ മുന്നിൽ നിന്നിരുന്ന ആ സത്യത്തിന്റെ അത്ഭുതഭാരം ഉള്ളിൽ ഒളിപ്പിച്ചുകൊണ്ട് തന്നെ നൈനിക തന്റെ കുബുദ്ധിയിൽ ദാസിനോട് പറഞ്ഞു, ദാസ് ബംഗ്ലാവായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിൽ ഞാൻ ഇടപെടില്ല. കാരണം എൻ്റെ പഠനത്തിന്റെ ഭാഗമായിട്ട് ഒരു സെമിനാർ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇവിടേക്ക് വന്ന്. ഈ നാടിനെ കുറിച്ച്, ഇവിടുത്തെ കൃഷി രീതികളെക്കുറിച്ചും പഠിച്ച് അതിൻ്റെ റിപ്പോർട്ട് എനിക്ക് അവതരിപ്പിക്കേണ്ടതുണ്ട്. അതിനായിട്ടൊരു ഗൈഡിന് എനിക്ക് ആവശ്യമുണ്ട്. നല്ല ശമ്പളം തരാം. ഇവിടേക്ക് വന്നപ്പോൾ അന്വേഷിച്ചപ്പോൾ വിദ്യാഭ്യാസവും അത് ചെയ്യാൻ പറ്റിയ ആളെന്ന നിലയിൽ നിങ്ങളുടെ പേരെ ഞാൻ കേട്ടറിഞ്ഞു. അതുകൊണ്ട് കൂടിയാ ഞാൻ നിങ്ങളെ സമീപിച്ച്. ദാസ് ഒരു നിമിഷം നടക്കുന്നതിനിടയിൽ കാൽവെപ്പ് നിർത്തി. പക്ഷെ നൈനിക പിന്നോട്ട് പിന്മാറിയില്ല. അവൾ ശാന്തമായി പറഞ്ഞു, ഇവിടെ ജനിച്ച്, ഇവിടെ ജീവിച്ച്, ഇവിടെ സഹിച്ചും ഇവിടെ നിലനിന്നും പുറത്തെ ലോകം കണ്ട ഒരാളെയാണ് എനിക്ക് വേണ്ടത്. ആ വാക്കുകൾ ദാസിനെ തിരിഞ്ഞോക്കാൻ നിർബന്ധിച്ചു. ആ നോട്ടം ഫോട്ടോയിലേതുപോലെ തന്നെ, അതേ കണ്ണുകൾ, അതേ തീ. പക്ഷേ ഇവിടെ അത് വേദന കൊണ്ട് പൊള്ളുകയായിരുന്നു. അവൾ നൈനികയെ മുകളിൽ നിന്ന് താഴെ വരെ ഒറ്റ നോട്ടം നോക്കി. നിങ്ങൾക്ക് ഈ നാടൊരു പഠന വിഷയമായിരിക്കും. എനിക്ക് ഇതെന്റെ ശ്വാസമാണ്.
ഒരു നിമിഷം നിശബ്ദത. പിന്നിൽ ശാന്തമയും കേളും അത് കണ്ടു നിന്നു. ശാന്തമയുടെ കണ്ണുകൾ ഈ പെൺകുട്ടിയിൽ ഒന്നുകൂടി തങ്ങി. എന്താ മോനെ, അവര് പതിയെ പറഞ്ഞു. കേട്ടില്ലേ, പഠിക്കാൻ വന്ന കുട്ടിയല്ലേ, നീ ഒന്ന് ചെല്ല്. ദാസ് വീണ്ടും നിശബ്ദനായി. ശേഷം കേളുവച്ചന്റെ വാക്കുകൾ ദാസിന്റെ ഉള്ളിൽ ഒരിടത്ത് തട്ടി. അവൻ കേളുവിന്റെ മുഖം നോക്കി നിന്നു. അത് അധികാരത്തിന്റെ മുഖമല്ല, അനുഭവത്തിന്റെ മുഖമായിരുന്നു. കാലം പഠിപ്പിച്ച സൗമ്യത. നമ്മൾ ഈ മണ്ണീന്ന് പിറന്നവരല്ലേ മോനെ. കേളു വീണ്ടും പറഞ്ഞു. അറിവ് പങ്കുവെക്കുമ്പോ വർധനവല്ലേ ഉള്ളൂ, പക്ഷേ ബന്ധങ്ങൾ ഇനി വേണ്ട. അപ്പോഴേക്കും ദാസൻ നിശബ്ദനായി. ഭിത്തിയുടെ അരികിൽ നിന്നിരുന്ന ചീരുവിന്റെ കണ്ണുകൾ നനഞ്ഞിരുന്നു. വിദ്യാഭ്യാസത്തിന്റെ പേരും പറഞ്ഞ് തന്റെ അച്ഛന്റെയും അമ്മയുടെയും വായ മൂടിക്കെട്ടി ഈ പരിഷ്കാരി പെണ്ണ്. അഭിപ്രായം പറയാൻ തനിക്ക് ആവുമായിരുന്നില്ല. പക്ഷെ ഉള്ളിലൊരു ഭയമുണ്ടായിരുന്നു. ഇവൾ വന്നാൽ അവൻ മാറിപ്പോകുമോ? മുറ്റത്ത് നിൽക്കുന്ന നൈനികയിലേക്ക് അവൾ വീണ്ടും നോക്കി. നഗരത്തിന്റെ ഗന്ധം, വിശ്വാസം നിറഞ്ഞ മുഖം, ഭയമില്ലാത്ത നോട്ടം, എല്ലാം ചീരുവിനെ അത്രത്തോളം തന്നെ നൈനിക എന്ന പരിഷ്കാരി ഭയപ്പെടുത്തി. ദാസൻ ആഴത്തിലൊരു ശ്വാസമെടുത്തു. വന്ന വഴിയെ തന്നെ വീടിന്റെ പിന്നാമ്പുറത്തേക്ക് പോയി. ഒന്നും മിണ്ടാതെ പോയവരെ നോക്കി അവർ കണ്ണും നട്ടങ്ങനെ നിന്നു. എന്നാൽ നിമിഷങ്ങൾക്ക് ശേഷം അകത്തുനിന്ന് ഇറങ്ങി വരുന്നവനെ കണ്ട് അവരിരുവരും വീണ്ടും ഞെട്ടി അങ്ങനെ നിന്നു. ദാസന്റെ വളർന്ന മുടി മുകളിലേക്ക് വെച്ച് ബൺ ചെയ്തിരിക്കുന്നു. ഒരു ബ്ലാക്ക് സ്കിൻ ഫിറ്റ് ജീനും പിങ്ക് ഷർട്ടുമാണ് അവന്റെ വേഷം. കയ്യിലൊരു ചാവിയുമുണ്ട്. ഇത് കണ്ടിരുന്ന മിത്ര നൈനികയുടെ ചെവിയിലായി ശബ്ദം താഴ്ത്തി പറഞ്ഞു. അകത്തേക്ക് പോയത് തനി നാടനല്ലേ, പുറത്തേക്ക് വന്ന് പൂർണ്ണ മോഡേണായിട്ട് അപ്ഗ്രേഡ് ചെയ്തോ? വിശ്വസിക്കാൻ പറ്റുന്നില്ല നൈനു. ദാസ് എന്ന ഹൈബ്രിഡും കാളി എന്ന നാടനും ചേർന്നൊരു മിക്സ് അല്ലേ ഇത്? മിത്രയുടെ വാക്കുകൾ നൈനിക കേട്ടെങ്കിലും അവളുടെ കണ്ണുകൾ ഇനിയും ദാസിലും തന്നെ വിടാതെ തന്നെയായിരുന്നു. അവൻ നടന്നു വന്ന് വരാന്തയിൽ നിൽക്കുമ്പോൾ മുഖത്ത് അല്പം പോലും കൃത്രിമത്വമില്ലാത്ത ഒരു ശാന്തത. ഗ്രാമത്തിന്റെ മണ്ണും നഗരത്തിന്റെ അടക്കവും ഒരേ ശരീരത്തിൽ കൂടിച്ചേരുന്ന പോലെ. അവനൊന്ന് നൈനികയും മിത്രയും നോക്കി. നിങ്ങൾ പറഞ്ഞ പോലെ ഗൈഡ് വേണമെങ്കിൽ ഞാൻ വരാം, അവൻ പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ അകത്തളത്തിൽ നിന്ന് ചീരുവിന്റെ കണ്ണുകൾ അവനെ തേടി ഒരു നിമിഷം നിറഞ്ഞു. നൈനിക ഒന്നും പറയാതെ ചിരിച്ചു. ആ നിമിഷം അവൾക്ക് മനസ്സിലായി, ഇതൊരു സെമിനാറിന്റെ ആരംഭമല്ല, മറ്റെന്തോ ആണ്. വയലിൽ ചെളിയുണ്ടാവും, വെയിലുണ്ടാവും, വേദനയുണ്ടാവും. അവൻ നൈനികയുടെ കണ്ണിലേക്ക് നേരെ നോക്കി. അതെല്ലാം സഹിക്കാൻ പറ്റുമെങ്കിൽ നാളെ രാവിലെ 10 മണിക്ക് അപ്പുറത്തെ വയലിൽ വന്നുള്ളൂ. ഒരു നിമിഷം നിശബ്ദത. പിന്നെ നൈനിക ചിരിച്ചു. 10 8:40 ഞാനുണ്ടാവും. ദാസ് ആദ്യമായി ഒന്ന് പുഞ്ചിരിച്ചു. അത് വലിയ പുഞ്ചിരിയൊന്നുമല്ല, പക്ഷേ ചീരുവിന്റെ ഹൃദയം അത് കണ്ട് കൂടുതൽ വിങ്ങി. അവളറിയാതെ ഒരു പടി പിന്നോട്ട് മാറി. അത്രയും പറഞ്ഞുകൊണ്ട് അവൻ തന്നെ ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്തു. ഗ്രാമത്തിന്റെ നിശബ്ദത കീറി മുറിച്ചുകൊണ്ട് ബുള്ളറ്റിന്റെ ശബ്ദം പൊട്ടിപ്പുറപ്പെട്ടു. അത് കണ്ടതും ഡ്രസ്സ് മാറി കേശു ഓടി വന്ന് ഒരു ചാടലോടെ കയറി പിറകിലിരുന്നു. അപ്പോഴേക്കും മിത്രയുടെ കണ്ണുകൾ ബുള്ളറ്റിനേക്കാളും വേഗത്തിൽ കേശുവിലേക്ക് പോയിരുന്നു. ഇതെന്താ പട്ടിക്കാട്ടിൽ നാടിൽ ഇങ്ങനൊരു ഐറ്റം എന്നൊരു ലുക്ക് അവരുടെ കണ്ണിൽ തെളിഞ്ഞു. വണ്ടി മുന്നോട്ട് നീങ്ങി. പൊടിയും കാറ്റും ഒരുമിച്ച് മുഖത്തടിച്ചു. അപ്പോഴാണ് കേശവന്റെ സ്ഥിരം കുബുദ്ധി ഓൺ ചെയ്ത് ദാസന്റെ ചെവിയിലേക്ക് ചാഞ്ഞു പറഞ്ഞ്, മോനെ, ഈ നിക്കറിട്ടവളുമാരൊരിക്കലും വിശ്വസിക്കരുത്, അവളുമാര് നമുക്ക് പണിയൊരുളിയാ. അത് പറഞ്ഞ് അവനൊരു ജ്ഞാനി ചിരിയും. അത് കേട്ടും ദാസൻ ബ്രേക്ക് ഔട്ടാതിരുന്ന കേശുവിന്റെ ഭാഗ്യം. ചുണ്ടിനിടയിൽ പല്ലിയടിച്ചുണ്ടാവും പറഞ്ഞു, മിണ്ടാതിരിയടാ, ഇനി നീ കൂടി തുടങ്ങിയ ചവിട്ടി ഞാൻ കണ്ടതി കളയും. കേശുവിന്റെ മുഖത്തെ എല്ലാ ആത്മവിശ്വാസവും അവിടെ തന്നെ ഡിസ്കണക്റ്റ് ആയി. ഹെൽമെറ്റ് ഒന്ന് ശരിയാക്കി വായ പൂട്ടി. കാരണം കേശുവിന് അറിയാം, ദാസ് പറഞ്ഞാൽ അത് വാക്കല്ല, വാണിംഗ് ആണ്. പിന്നിൽ മിത്ര ഇതെല്ലാം കണ്ട് ചിരിച്ചുകൊണ്ട് നൈനികയുടെ ചെവിയിൽ പറഞ്ഞു, ഇവര് ഗൈഡല്ലേ, പക്ഷെ ഇവിടെ എന്റർടൈൻമെന്റ് ഫ്രീ ആണല്ലോ മോളെ. ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് അവർ ആ ചുറ്റുപാടെന്ന് ശ്രദ്ധയിൽപ്പെട്ടത്. ഏയ് മിത്ര, ദേ നമ്മളെ സ്കാൻ ചെയ്യുന്ന പലരും എന്ന് നൈനിക പറഞ്ഞിരുന്നതിന് മുമ്പേ ചെരുപ്പ് നിലത്തിട്ടെന്ന ശബ്ദം കേട്ട് അവർ മുന്നിലേക്ക് നോക്കി. ഒരു മുത്തശ്ശി ഒരു പെൺകുട്ടി നടന്നു വരുന്നു. അതാരാണ് തിരിച്ചറിയാൻ ശാന്തമ്മക്ക് ഒരുപാട് സമയമെടുത്തില്ല. നീലുവും അവളുടെ അച്ഛമ്മ നാണിയും. നൈനികയും മിത്രയും കണ്ടതും നാണിയമ്മ മൂക്കത്തി വിരലാലൊന്ന് പിടിച്ചു. അടുത്ത നിമിഷം ഗ്രാമത്തിലെ മുഴുവൻ പേരും കേൾക്കുന്ന പോലെ നാണിയമ്മയുടെ ഒരു ശബ്ദം മുഴങ്ങി, ശിവ ശിവ, എന്താ ഈ കാണുന്നത്? എല്ലാവരുടെയും കണ്ണുകൾ ഒറ്റ നിമിഷം കൊണ്ട് അവരിലേക്ക് തിരിഞ്ഞു. നാണിയമ്മ നൈനികയുടെ മേൽ മുതൽ താഴെ വരെ ഒരു CT സ്കാൻ പോലെ നോക്കി. കെട്ടുപോടിയുടെ മുകളിൽ ആ പെണ്ണുങ്ങൾ ജമ്പർ ഇടുന്നു, ഈ കുട്ടി എന്താ കെട്ടുപോടി മാത്രം ഇട്ട് നിൽക്കുന്നേ? നൈനിക ഒന്ന് ഞെട്ടി. നാണിയമ്മ അവിടെ നിർത്തിയില്ല. ജമ്പർ ഇല്ലേ കോച്ചേ നിനക്ക്? ഇല്ലെങ്കിൽ ഒരു തോർത്തെങ്കിലും പതക്കായിരുന്നു. അടുത്ത വാചകം വെടിക്കെട്ട് പോലെ. നാട്ടുകാരെ കാണിച്ചിട്ട് എന്തിനാ അവർ തന്നെ നോക്കിക്കുന്നു? അത് പറഞ്ഞപ്പോൾ നാണിമയുടെ കണ്ണു നേരെ നൈനികയുടെ കണ്ണിലേക്ക് നീണ്ടു. ആ നിമിഷം നൈനിക, മിത്ര, നീലു 3 പേരും വായ പൊളിച്ചൊരു ലൈവ് സ്റ്റാച്യു ഷോ പോലെ നിന്നു. ചുറ്റുന്ന നാട്ടുകാരൊന്ന് ചുമ്മാ കണ്ണുകൾ വിടർത്തി നോക്കി. നീലു തന്റെ അച്ഛമ്മയുടെ കൈ പിടിച്ച് മെല്ലെ പറഞ്ഞു, അച്ഛമ്മ, ഇവര് നമ്മുടെ നാട്ടിലെ പുതിയ അതിഥികളാ. അത് കേട്ടോ നാണിയമ്മ ഒരു നിമിഷം സ്റ്റോപ്പ് ചെയ്തു. ആഹാ, അതിഥികളാണോ? അതുകൊണ്ടാണ് ഇത്രയും തണുപ്പുണ്ടായിട്ടും ജമ്പറിടാ അങ്ങനെ നിൽക്കുന്നത് എന്ന് പറഞ്ഞ് തലകുലുക്കി. മിത്ര നൈനികയുടെ ചെവിയിൽ വളരെ സ്ലോ വോയിസിൽ,
എടി ഇവിടെ ഡ്രസ് കോഡില്ല. ആ മുത്തശ്ശി നിന്നെ അടുത്ത് സ്കാൻ ചെയ്യുന്നു. വാ, സ്ഥലം വിടുന്ന ആ ബുദ്ധി. പെട്ടെന്നാണ് നാണിയമ്മയുടെ കണ്ണുകൾ വീണ് നൈനികയുടെ ഷോർട്സിലേക്ക് സൂം ചെയ്ത് പോയത്. നാണിയമൊന്നും നെഞ്ചത്ത് കൈവച്ച് വലിയൊരു ശ്വാസം വിട്ടു. എന്റെ കൊച്ചേ, ഇത് നീ ഇട്ടിട്ടുണ്ടോ? ഇതാണുങ്ങൾ ഇടുന്ന കളസമല്ലേ? തെങ്ങേറാൻ വരുന്ന കണാരിട്ടാ ഞാനും ഈ നാട്ടുകാരും മുഴുവൻ കണ്ടിരുന്നു. നാണിയമ്മ വാക്ക് നിർത്തിയില്ല. ഇതിപ്പോ പെൺപിള്ളേരും ഇടാൻ തുടങ്ങിയോ? അത് കേട്ട് നീലം ഞെട്ടി. എന്ത്? നാണിയമ്മ വിരൽ നീട്ടി നൈനികയുടെ ഷോർട്സിലേക്ക് ചൂണ്ടി. ദേ, ഈ കളസം തന്നെ. അത് കേട്ട് മിത്ര ചുണ്ടുകടിച്ച് ചിരി അടക്കി നിൽക്കുന്നു. നീലു സാഹസം കാട്ടി മുത്തശ്ശി ക്ലാസ് എടുത്തു. മുത്തശ്ശി, ഇതിപ്പോ ഫാഷനാ. അത് കേട്ടതും നാണിയമ്മ വയറ് പിടിച്ചൊരു ദീർഘനിശ്വാസം. ഫാഷനോ? കാലം പോയൊരു പോക്കേ. ശേഷം നാണിയമ്മ തലവുലുക്കി ചരിത്ര പ്രസംഗം നടത്തി. ഞങ്ങളുടെയൊക്കെ കാലത്ത് ഫാഷൻ എന്നാ തോർത്ത് ശരിയായിട്ട് പുതച്ച് നടക്കുന്ന. ഇതിട്ടാ തണുപ്പടിക്കില്ലേ കൊച്ചേ? നൈനിക മെല്ലെ മിത്രയുടെ ചെവിയിൽ പറഞ്ഞു. എടി, ഏതാ ഈ തള്ള? വരട്ടെ കിളവി, എന്തൊക്കെയാ വിളിച്ചു പറയുന്നത്? മിത്ര കണ്ണിറുക്കി നൈനികയോടായി പറഞ്ഞു. ഇനി നീ ജീൻസ് ഇട്ട് ഇവിടുന്ന് ഇറങ്ങുമ്പോ പഞ്ചായത്ത് മീറ്റിംഗ് വിളിക്കുവര്. ബിക്കിനി ഒന്ന് ഇടാൻ നോക്കോ. ഇട്ടാ പഞ്ചായത്ത് തന്നെ കത്തിക്കുവര്. അവിടെ നിന്ന് നാട്ടുകാരൊന്നും ഇണ്ടാ സൈലന്റ് മോഡിൽ ഇതെല്ലാം കേട്ട് ചിരിച്ചു. നീല് കൈകൂപ്പി. മുത്തശ്ശി, വാ, വീട്ടിലേക്ക് പോവാം. നാണിയമ്മ പോകുമ്പോഴും അവസാന വാക്ക് പറയാൻ വിട്ടില്ല. എന്തായാലും തെങ്ങേറെ ഇനിയിപ്പോ അവളെ വിളിച്ചാ മതി. അതും ഫാഷനാണല്ലോ. നാണിയമ്മയുടെ അവസാന ഡയലോഗ് നൈനികയുടെ നെഞ്ചിൽ ഫുൾ ക്ലച്ച് വിട്ടു. ഒന്നും പറയാതെ മുഖം ചുവന്നുകൊണ്ട് അവൾ നേരെ കാറിന്റെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി ഡോർ ആഞ്ഞു വലിച്ചടച്ചു. മിത്ര പിന്നാലെ കയറി സീറ്റ് ബെൽറ്റ് ഇടുമ്പോൾ തന്നെ ഒരു ഉപദേശവും. ഇടി, ഞാൻ അപ്പോഴേ പറഞ്ഞ ഈ നാട്ടിൻപുറ ഇവിടെ ഫാഷനല്ല. ഫാഷൻ കണ്ട ഇവിടെയുള്ള ഒരു ഫയല് തുറക്കുന്നു. നൈനിക പല്ലടിച്ച് കണ്ണുമുന്നിലേക്ക് ദേഷ്യം മുഴുവൻ ആക്സിലേറ്ററിൽ അമർത്തി. അവളറിയാതെ ആക്സിലേറ്റർ ഞെരിഞ്ഞു. കാറ് പൊടി വർത്തി പറന്നുപോയതുപോലെ ദാസ് ബംഗ്ലാവിനെ ലക്ഷ്യമാക്കി പാഞ്ഞു. ഇതേ സമയം വീടിന്റെ പിന്നാമ്പുറത്ത് റബ്ബർ മരങ്ങളുടെ ഇടയിൽ നീലു ചീരുവിനെ കണ്ടതും കണ്ണിറുക്കി ചോദിച്ചു. ഡി, പെണ്ണാളെന്തായി? ചീരു ഒരു ദീർഘശ്വാസം വിട്ടു. എന്താവൻ ഡോക്ടറെ വിളിച്ച് വരില്ലാന്ന്. നീലു ആശ്വാസത്തോടെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നീ വീണ്ടും രക്ഷപ്പെട്ടല്ലോ. ചീരു തലതാഴ്ത്തി. ഇത് 3ാമത്തെ തവണയാ. എന്തോ കുഴപ്പമുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അത് കേട്ട് നീലു പറഞ്ഞു. എന്ത് കുഴപ്പം? നിനക്ക് ദാസേടം തന്നെയാ ചേരുന്നത്. അതെങ്ങനെ തട്ടിമുട്ടിയെല്ലാം പോകുന്നു. ആട്ടെ, പുറത്തു വന്നവരാരാ? നീലൊരു ഡിറ്റക്റ്റീവ് ഭാഗത്തിൽ ചീരുവിനോട് ചോദിച്ചു. ചീരു ഇഷ്ടപ്പെടാത്തൊരു ചിരിച്ച്. ദാസ് ബംഗ്ലാവിന്നാ. എന്തോ പഠനത്തിന് വേണ്ടിയാണെന്ന് പറഞ്ഞു. ദാസേടന് ഗൈഡായിട്ട് വേണമെന്ന്. നീലു കണ്ണുവിടർത്തി. എന്നിട്ട് സമ്മതിച്ചോ? പഠിക്കാനാണെന്ന് പറഞ്ഞപ്പോൾ അമ്മയും അച്ഛനും വീണു. അവിടെ പറഞ്ഞൊക്കെ അവൾക്ക് പറഞ്ഞു കൊടുത്തു. അത് കേട്ട് നീലുവിന്റെ മുഖത്തൊരു കള്ളച്ചിരി. നീയൊന്ന് ശ്രദ്ധിച്ച അന്നൊരു സുന്ദരികളാ. ദാസേട്ടനെ തട്ടിക്കൊണ്ടാതെ കാവൽ നിൽക്കണം. ആ വാക്ക് ചീരുവിന്റെ നെഞ്ചിൽ ഡയറക്റ്റ് ലാൻഡ് ചെയ്തു. അയ്യോ, ഇനി എന്ത് ചെയ്യും എന്ന് ചിന്തിച്ച് നിൽക്കുമ്പോൾ ചീരു പെട്ടെന്ന് പറഞ്ഞു. നാളെ ദാസിനൊപ്പം ഞാനും പോകും അവളെ സ്കാൻ ചെയ്യാൻ. നീലു ചിരി പിടിച്ച്. നടന്നു തന്നെ. അവരറിയാതെ വാശ് ചെയ്യാനാണ് ഈ കാര്യം നടക്കും. ചീരു കണ്ണു തെളിഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്ക് നാളെ പോവാം, അവരറിയാതെ. പിറ്റേന്ന് രാവിലെ 10 മണി പുഞ്ചകണ്ഠത്തിന്റെ വയലിറമ്പിൽ മിത്രയും നൈനികയും കേശവും ദാസിനും. ദാസിന്റെ നേച്ചർ ഡോക്യുമെന്ററി മോഡ് ഓണായി. ഇത് പുഞ്ചയാണ്. ഇവിടെ കൊക്കുകൾ വരും, പറക്കുന്ന പ്രാണികളെത്തുന്നു. ഇതൊക്കെ ഇക്കോസിസ്റ്റം ആണ്. നൈനിക ദാസിനെ സ്കാൻ മെഷീൻ പോലെ നോക്കി നിൽക്കുന്നു. മിത്ര മീൻ വയിൽ പഠനമാണ് തെളിയിക്കാൻ കയ്യിലൊരു ബുക്ക്, പേന എന്തൊക്കെയോ വളഞ്ഞു തിരിഞ്ഞ് കുത്തിക്കരിക്കുന്നു. അവൾക്ക് തന്നെ വായിക്കാൻ പറ്റുമെന്ന സംശയമുള്ള കാര്യം. ഇതെല്ലാം കണ്ട് കേശു കലിപ്പ് മോഡിൽ മുഴുവൻ സമയം പല്ലടിച്ച് നിൽക്കുന്നു. വയലിറമ്പ്, തെങ്ങിൻ തോപ്പ്, ചീരകൃഷി, പുഴക്കര എന്ന് ടൂർ ഗൈഡ് ദാസൻ നോൺ സ്റ്റോപ്പ് വിവരണം. പക്ഷേ ഇതൊക്കെ അവരറിയാതെ മരച്ചോട്ടിൽ നീലവും ചീരും CCTV മോഡിൽ സ്കാൻ നിൽക്കുന്നു. അവരുടെ നിരീക്ഷണത്തിൽ ഒരു കാര്യം ക്ലിയർ. ദാസൻ ഇപ്പോഴും വിവരണം മാത്രമേ ഉള്ളൂ, മറ്റൊരു ഉദ്ദേശവും. പക്ഷേ ഈ പെൺകുട്ടികൾ വിവരണം കേൾക്കുന്നതിലും ദാസനെ കേൾക്കാനാണ് കൂടുതൽ താല്പര്യം. 2 മണിക്കൂർ ക്ലാസ് എടുത്തു. ശേഷം കൂലി വാങ്ങി ദാസനും കേശവും ബുള്ളറ്റിൽ പൊടി വർത്തി പാഞ്ഞുപോയി. ദിവസങ്ങൾ അങ്ങനെ പോയി. ഒരു ദിവസം രാവിലെ കൊയ്ത്തുപാടത്ത് 4 പേര് നിൽക്കുന്നു. പെട്ടെന്ന് ദാസന്റെ പോക്കറ്റിലെ കീപാഡ് ഫോൺ ചിലച്ചു തുടങ്ങി. അവൻ ഫോൺ അറ്റൻഡ് ചെയ്തൊരല്പം മാറി. അപ്പോൾ തന്നെ ചാൻസ് പിടിച്ച് നൈനികയും മിത്രയും കുഞ്ഞു കണ്ടത്തിലേക്ക് നോക്കി. അവിടെ നിന്ന് ഞാറിടുന്ന സ്ത്രീകളെ കളിയാക്കി ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. അയ്യേ, ഇവളുമാർക്ക് നാളെ ഇങ്ങനെ ചേറിക്കിടന്ന് ചെടി നടാൻ. എന്തൊരു സ്ത്രീകളാ, അടുത്തൊന്നും അടുപ്പിക്കാൻ കൊള്ളില്ല, അത്ര നാറ്റായിരിക്കും, വൃത്തിയട്ട ജന്തുക്കൾ. മിത്രയായിരുന്നത് പറഞ്ഞു. എന്നാൽ ഇതെല്ലാം കേട്ടുന്ന കേശുവിനും അല്ലാതെ അരിശം കൊള്ളുന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ നാട്ടിൽ വന്ന് ഞങ്ങളുടെ കഷ്ടപ്പെടുന്ന പെൺകുട്ടികളെ കുറ്റം പറയുന്ന ഇവളുമാര് അവൻ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നു. ദൈവമേ, ഇവളുമാർക്കൊരു പണിയെടുക്കാൻ ഒരു അവസരം തരണേ എനിക്ക്. അവൻ മനസ്സിൽ ചിന്തിച്ച് തീരുന്നതിന് മുമ്പ് തന്നെ അവൻ്റെ അടുത്തേക്ക് നീങ്ങുന്നുണ്ട്. അവർ രണ്ടുപേരും ചോദിച്ചു തുടങ്ങി. നിങ്ങളെവിടെ വർക്കൗട്ട് ചെയ്യുന്നത്? ഇവിടെ വന്നിട്ട് ഒരു ജിം സെന്റർ പോലും കണ്ടില്ലല്ലോ. കേശുവിനെയും ദാസിനെയും ഒന്ന് നോക്കിക്കൊണ്ട് അവർ പറഞ്ഞു. ബോഡി ഫിറ്റ് ആണല്ലോ, ഉരുട്ടി കെട്ടിയ പോലെയുണ്ട്, സോ ഹോട്ട്. മിത്ര പറഞ്ഞു. അത് കേട്ട കേശുവിന്റെ ഉള്ളിൽ പൊട്ടിത്തെറിക്കാൻ തയ്യാറായി. പക്ഷെ പുറത്തെ ശാന്തനായി അവർക്കൊരു പണി കൊടുക്കാൻ തീരുമാനിച്ച് പറഞ്ഞു.
നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഇവിടെ ജിം സെന്ററുകളൊന്നുമില്ല. ഒരിക്കൽ ഞാൻ ദാസന്റെ കോളേജിൽ വന്നപ്പോൾ അവനൊരു ജിം സെന്റർ എന്നെ കൊണ്ടുപോയിരുന്നു. എന്നാൽ ഇവിടെ ഞങ്ങളെല്ലാവരും വർക്കൗട്ട് ചെയ്യുന്നത് ഒന്ന് നിർത്തി ഡ്രാമാറ്റിക് പൗസിൽ. അവിടെ എന്ന് പറഞ്ഞ് പുഞ്ചക്കണ്ണൻ ചൂണ്ടിക്കാട്ടി. മിത്രയും നൈനികയും ഷോക്കായി അവനെ നോക്കി. അവിടെ എങ്ങനെ? അപ്പോൾ കേശു ചിരി ഒളിപ്പിച്ച് പറഞ്ഞു. ചളിയിൽ ഇറങ്ങില്ല, ഞാറ് നടിയിൽ, വളയിടൽ, ഫുൾ ബോഡി വർക്കൗട്ട്. ഇവിടെ വിയർപ്പൊഴുക്കിയില്ലെങ്കിലേ ബോഡി വരില്ല. മിത്രയും നൈനികയും പരസ്പരം നോക്കി. ജിം ഫീസ് ഇല്ല, ചെളി ഫ്രീ. പിന്നിൽ നിന്ന് കാറ്റ് പോലും ചിരിച്ചുപോയി. ഇത് ജിമ്മല്ല, നാട്ടിൻപുറ ഫിറ്റ്നസ് സെന്റർ ആണ്. ദേ അവിടെ നിൽക്കുന്ന സ്ത്രീകളെ കണ്ടോ? കേശു പറഞ്ഞിരുന്നതിന് മുമ്പേ മിത്രയും നൈനികയും കണ്ടത്തിലേക്ക് നോക്കി. ചെളിയിറങ്ങി നിൽനടന്ന സ്ത്രീകൾ. വെയിലും വിയർക്കലൊന്നും പ്രശ്നമല്ലെന്ന പോലെ അത് നോക്കി കേശു ഫിലോസഫി മോഡിൽ. അവരുടെ ബോഡി ഉണ്ടോ? ഇഷ്ടമുള്ള ആഹാരം വാരി വിളിച്ച് കഴിക്കും, പക്ഷെ അത് ശരീരത്തിൽ കാണില്ല. ഒന്ന് നിർത്തി മിത്രയും നൈനികയും മുകളിലും താഴെയും സ്കാൻ ചെയ്തുകൊണ്ട് പറഞ്ഞു. ഇങ്ങനെ പണി ചെയ്യുന്നുണ്ടോ? അവരുടെ ശരീരം ഇത്രയും ഫിറ്റ് ആയിട്ടിരിക്കുന്നത്. പക്ഷേ നിങ്ങളൊക്കെ എങ്ങനെയാ? ഇഷ്ടമുള്ള കഴിക്കാൻ പറ്റില്ല, പകരം ജിമ്മിൽ പോയി കിടന്ന് പണി ചെയ്യുന്നു. എന്ത് കാര്യം? കാശ് പോവും, മെച്ചൊന്നുമില്ല. അവൻ വീണ്ടും കണ്ടത്തിലേക്ക് കൈനീട്ടി. ഈ സ്ത്രീകൾ ചെയ്യുന്നതിലും കൂടുതൽ പണിയെ ഞങ്ങൾക്ക് ഇവിടെ. കണ്ടത്തിലിറങ്ങും, ചെളിയിൽ മുഴുകും, ശേഷം വളവിടും, വിതക്കും, നടും, വിളവായ കൊയ്യും, അവസാനം ബോഡി വരും, ബില്ല് വരില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ജിമ്മിന്റെ ആവശ്യമില്ല. ഇതെല്ലാം കേട്ട് മിത്ര ഒരു നിമിഷം ചിന്തിച്ചു. അടുത്ത നിമിഷം കേശുവിനോട് വളരെ സീരിയസ് ആയി പറഞ്ഞു, ഞങ്ങൾക്കും പുഞ്ചയിലെ ഫിറ്റ്നസ് വേണം. അത് കേട്ടും കേശുവിന്റെ മുഖത്ത് ഒരു മിഷൻ സക്സസ്ഫുൾ കള്ളച്ചിരി. ശരി എന്ന് പറഞ്ഞ് കൈകെട്ടി നിൽക്കുമ്പോൾ എങ്കിൽ നാളെ രാവിലെ 7 മണിക്കൂടെ വരൂ. 7 മണിയോ? അതെ, ഞാൻ നിങ്ങൾ ക്ലാസ് എടുക്കാം. പിന്നിൽ നിന്ന് ദാസൻ ചിരിയടക്കാതെ മനസ്സിൽ പറഞ്ഞു. ഇനി ജിമ്മല്ല, ചെളി ട്രെയിനിങ്. ദൂരത്ത് കണ്ടത്തിലെ സ്ത്രീകളും ചിരിച്ചു. അവരോടായി കേശു മനസ്സിൽ പറഞ്ഞു, പുതിയ ബാച്ച് വരുന്നു. രാവിലെ കൃത്യം 6:55 പുഞ്ചകണ്ഠത്തിലരികിൽ കേശു കൈകെട്ടി നിൽക്കുന്നു. മുഖത്ത് ഗുരുവിന്റെ ഗൗരവം. ദാസൻ ബുള്ളറ്റിൽ ചാരുന്ന സീൻ ആസ്വദിക്കുകയാണ്. അകലിൽ നിന്ന് കാറിന്റെ സൗണ്ട് കേട്ട ഭാഗത്തേക്ക് അവരിരുവരും നോക്കി. പൊടി പറത്തി നൈനികയുടെ കാറ് അവർക്കരികിലായി നിർത്തി. കാറ് തുറന്നു കേശുവിന്റെ കണ്ണൊന്ന് തള്ളി. ട്രാക്ക് പാന്റ്, ഫുൾ സ്ലീവ് ടോപ്പ് ഷൂസ്, ക്യാപ്പ്, വാട്ടർ ബോട്ടിൽ. മിത്ര ഇറങ്ങിക്കൊണ്ട് പറഞ്ഞു, മോർണിംഗ് സാർ, റെഡി ഫോർ വർക്ക്ഔട്ട്. കേശു ചുമ്മാ ചിരിച്ചു. ശരി, ഷൂസ് ഊരിയിട്. എന്ത്? മിത്രയും നൈനിക ഒരുമിച്ച് ചോദിച്ചു. ഷൂസ് ഊരിയിടാൻ. കേശു കണ്ടത്തിലേക്ക് ചൂണ്ടി. ഇതാണ് നമ്മുടെ ജിമ്മ്. ദാസൻ പിന്നിൽ നിന്ന് ചിരിയടക്കി പിടിച്ചു. ഇവിടെ ഈ ചെളിയിലോ? അതെ, കേശു കൂളായി. ദാസൻ പതിയെ പറഞ്ഞു, വാമ ഫ്രീ, മഡ് പാക്ക് എക്സ്ട്രാ. അവരിരുവരും ഷൂസ് ഊരി ചെളിയിലേക്കൊന്ന് കാലെടുത്ത് വെച്ചത്. അയ്യോ! നൈനികയുടെ കാല് പകുതി വരെ മുങ്ങി. മിത്ര, ഹെൽപ്പ് ഹെൽപ്പ്! ആൾ വിളിച്ചു പറഞ്ഞു. കേശു കൈകെട്ടി ട്രെയിനർ മോഡിൽ. ദാസൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ബാലൻസ് ബാലൻസ്, ബോഡി വെയിറ്റ് ഈക്വലൈസ്. അടുത്ത നിമിഷം നൈനിക ദയ കിടക്കുന്ന ചെളി. ഇത് കണ്ട മിത്ര അവളുടെ മേലേക്ക് വീണു. ദാസൻ പൊട്ടിച്ചിരിച്ചു. ഫസ്റ്റ് മിഷൻ കംപ്ലീറ്റ്. അപ്പോൾ മരച്ചുവട്ടിൽ നിന്ന് ഒളിഞ്ഞു നോക്കാൻ നീലവും ചീരവും. നീലു ചെവിയിൽ പറഞ്ഞു, എന്തോന്നടി ഇത്? ഏതായാലും കാണാൻ നല്ല രസമുണ്ട്. കേശു വീണ്ടും ചിരി അടക്കി പിടിച്ച് പറഞ്ഞു. നെക്സ്റ്റ് എക്സസൈസ്, ചെളിയിൽ നടക്കണം, നേരെയല്ല, സിഗ്സാഗ്. മിത്ര ക്ഷീണിച്ചു. ശേഷം പറഞ്ഞു, വി യൂഷ്വലി ഡു ട്രേഡ് മിൽ. എന്നാൽ ഇത് ഞങ്ങളുടെ പുഞ്ചമില്ല. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നൈനിക ദേഹത്തെ മുഴുവൻ ചെളിയുമായി. മിത്രക്ക് ശ്വാസം പോയ അവസ്ഥ. രണ്ടുപേരുടെയും മുഖത്ത് മേക്കപ്പ് പോയി, ഫിറ്റ്നസ് പോയി, ഒരു തരം ചെളിയിൽ ഫിനിഷായ ലുക്ക്. നൈനിക കൈ ഉയർത്തിയ ശേഷം കിതച്ചുകൊണ്ട് പറഞ്ഞു, കേശു സാർ, ബ്രേക്ക്. കേശു വളരെ സീരിയസ് ആയി പറഞ്ഞു, ബ്രേക്ക് ഇല്ല, ഇതാണ് ലൈഫ്. പിന്നിൽ നിന്ന് ദാസൻ പറഞ്ഞു, ഇവരെ പൊരിയവരെ തുച്ചവരെ കാണിച്ചാൽ മതി, വൈകുന്നേരം ഫീൽഡ് വിട്ട് ഓടും. ഈ സമയമാണ് നൈനിക വയലോരത്തിൽ നിൽക്കുന്ന ആ വലിയ മരത്തിന്റെ പുറകിലായി തങ്ങൾ നോക്കിന്ന് പൊട്ടിച്ചിരിക്കുന്ന ചീരുവിനെയും നീലുവിനെയും കണ്ടത്. തുടരും ഈ കഥയുടെ അവസാന ഭാഗം നാളെ ഇതേ സമയം.